എടാ ജസ്റ്റ് പാസ്സായെന്നെങ്കിലും പറ. ഓൾമോസ്റ്റ് പാസ് അയച്ച. ഓൾമോസ്റ്റ് പാസ് എന്ന് വെച്ചാൽ എന്തുവാടാ? ഇവൻ ഏത് നാട്ടുകാരനാ? അതച്ചാ എഞ്ചിനീയറിംഗിൽ 40 സബ്ജക്ട്സ് ഉണ്ട്. ഞാൻ അതിൽ 87.5 സബ്ജക്ട് പാസ്സായി. അങ്കിൾ 5 സബ്ജക്ട്സ് പോയി. ജസ്റ്റ് 5 എണ്ണോ അച്ഛാ. എഞ്ചിനീയറിംഗിൽ തോറ്റുപോയിന്നോ? മിഡിൽ ക്ലാസ് ആയി എനിക്ക് ഇവനെ ഇതിൽ കൂടുതലൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പർ മിഡിൽ ക്ലാസ് എന്നല്ലേ പറഞ്ഞത്? എടാ നിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് നമ്മുടെ ഫാമിലി മിഡിൽ ക്ലാസ് ആയി പോയടാ. നീ എഞ്ചിനീയറിംഗ് പാസ്സാകുമ്പോഴേക്കും നമ്മുടെ കുടുംബം റോഡിലൂടെ തേരാ പാരാ തേണ്ടൂടാ. അനുക്കുട്ടിയെ കണ്ട് പഠിക്കടാ, അനുക്കുട്ടിയെ കണ്ട് പഠിക്കേ. റാങ്ക് മേടിച്ചില്ലേലും കുഴപ്പമില്ലായിരുന്നു, അറ്റ്ലീസ്റ്റ് പാസെങ്കിലും ആയിക്കൂടാ. റീവാലുവേഷൻ കൊടുത്ത ഉറപ്പായിട്ട് ഞാൻ പാസ്സാവും. ആണോ മോളെ? പക്ഷെ അർജുൻ, നിനക്ക് കിട്ടിയ മാർക്കിന് നീ റിവാലുവേഷന് പോകുന്ന വേസ്റ്റാ. കാശ് മൊത്തം പോവുള്ളൂ. അതമ്മേ ഇവന് എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്ന് നോക്കുന്ന കണ്ടില്ലേ? വാ വീട്ടിൽ പോയി സംസാരിക്കാം. എടാ അർജുൻ, നീ വാ, നടക്ക് മോളെ. പറഞ്ഞില്ലേ ഞാൻ പറയുന്ന കേക്ക്, വണ്ടി കയറ്. റീകൗണ്ടിങ് അപ്ലൈ ചെയ്താൽ തീർച്ചയായും നീ പാസ്സാവോ? ഉറപ്പല്ലേ ആന്റി, അതിലൊരു സംശയമില്ല. ഓ സ്കാം ആണോ? പിന്നല്ലാതെ. എടാ നാളെ നീ വീട്ടിൽ വന്ന് കാശ് വാങ്ങിച്ചു ആരോടും പറയണ്ട, പ്രത്യേകിച്ച് അനുവിനോട്. മനസ്സിലായല്ലോ? എന്നാ കേറ്. എടാ പുറകെ ഇരിക്കും. ഇങ്ങനെ കൊതിവിട്ട വയറ്റിളക്കം പിടിക്കും. ഫ്ലൈറ്റ് ലാൻഡ് ആയി. വാ. ഹായ്. ഹായ് ചേച്ചി, ഹൗ ആർ യു? സുഖമാടാ? ഹായ് ചേച്ചി. അല്ല മോനെവിടെ? അങ്കിൾ ഹായ്. Come on my dear friend. പൊന്നു പൊന്നളിയാ. എന്റെ സുനാമി. എന്റെ കൊടുങ്കാറ്റേ. അങ്കിൾ എന്നെ ഒന്ന് അനുഗ്രഹിക്കുക അങ്കിൾ. എന്റെ പൊന്നു മോനെ, നമുക്ക് അടിച്ച് പൊളിക്കാടാ. നമുക്ക് പോവാം. ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നീ എന്തെങ്കിലും തീരുമാനിച്ചോ? പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. എന്താണ് കാര്യം? അനുവിനോട് ഞാൻ ജിമാറ്റ് എക്സാം എഴുതാൻ പറഞ്ഞിട്ട് കുറെ കാലമായി ആന്റി. ഞങ്ങളുടെ സ്ഥലത്തുള്ള ടൊറീനോ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് കോളേജാ. അവിടെ സീറ്റ് കിട്ടിയാ പിന്നെ ലൈഫ് സെറ്റിൽ ആയ പോലെ തന്നെയാ. അവക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. നീയേ അർജുനോടൊന്ന് എഴുതാൻ പറഞ്ഞേ. അർജുൻ എഴുതാണെങ്കിൽ ഞാനും എഴുതും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാ. നീ വേഗം കല്യാണം കഴിക്കുന്ന നല്ലത്. ഓമേ, എപ്പ നോക്കിയാൽ ഇത് മാത്രമേ പറയാനുള്ളൂ. എടാ ചിന്തു, പഠിക്കാതെ എന്തിനാ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത്? ഓ, ഇത് നിന്റെ പണിയാ? എടാ ചിന്തു, നിനക്കറിയോ നിന്റെ അങ്കിൾ എഞ്ചിനീയറിംഗിൽ 5 സബ്ജക്ട്സിലാ ഫെയിൽ ആയിരിക്കുന്നത്. അത് പിന്നെ മോനെ, ഞാൻ മനഃപൂർവ്വം ഫെയിൽ ആയതാ. അത് പിന്നെ എന്താ പറയാനാ? നിന്റെ അച്ഛൻ ഏതുവരെ പഠിച്ചത്? MIT പഠിച്ചതാ. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? മൈക്രോസോഫ്റ്റിലാ എന്റെ അച്ഛൻ ജോലി ചെയ്യുന്നത്. ആ, എന്നാ മൈക്രോസോഫ്റ്റിന്റെ ഓണർ ബിൽ ഗേറ്റ്സ് എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിയാമോ? അയാളും ഫെയിൽ ആയി പോയത് എന്നെ പോലെ. നേരാണോ? അതേന്നെ. സോ ഓണർ ആവണമെങ്കിൽ ഫെയിൽ ആവണം. കഷ്ടപ്പെട്ട് പഠിച്ചാൽ ജോലിക്കാരനാവാം. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ. അമ്മേ, എന്നെ കൊണ്ടൊന്നും ജോലിക്ക് പോകാൻ പറ്റില്ല അമ്മേ. ഞാൻ ഇനി സ്കൂളിൽ പോവില്ല. നിനക്ക് എന്നൊക്കെയാണോ അവർ പറഞ്ഞു കൊടുക്കുന്നത്? എവിടെ കോടിയാലും നീ എവിടെ പ്രശ്നമില്ലടാ. ഞാനിന്ന് വിടില്ല. നീ തോറ്റത് പോരാതെ എന്റെ മോനെ കൂടെ തോൽപ്പിക്കാൻ നോക്കുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എന്ത് കളിയാ ഇത്? അച്ഛാ, ഇവ ഓനെ കൊണ്ട് പ്രോമിസ് ചെയ്താ പറയല്ലോ. നിന്നെ വേറൊന്നുമല്ല അച്ഛാ. അർജുനോട് ഞാൻ ജിമാറ്റ് എക്സാം എഴുതാൻ പറഞ്ഞിട്ട് അവൻ ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ജിമാറ്റോ? നടക്കുന്ന കാര്യം വല്ലോട്ടേക്ക് പറവോളെ. ഇവൻ എഞ്ചിനീയറിംഗ് പഠിച്ചു തീർക്കാൻ 4 വർഷം തന്നെ മതിയായില്ല. ഇതുപോലെ വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ അനുക്കുട്ടിയോട് പറ, അവള് പിടിക്കുക. എടാ എടാ അർജുൻ, 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 നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? ആ കിളവന് ഭ്രാന്തം. ഇത് പോയി പറയില്ലല്ലോ. അർജുൻ, ജിമാറ്റ് എക്സാം ഇസ് വെരി ഈസി. ജസ്റ്റ് ബേസിക് മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. 2 ദിവസം കഷ്ടപ്പെട്ടാൽ മതി. വേണമെങ്കിൽ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. എന്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞത് പോട്ടെ,
അവള് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞപ്പോ എന്റെ ജീവൻ ഈസി അല്ലേ അതൊന്നും വർക്കൗട്ട് ആവുന്ന കാര്യമല്ലടാ. ഇനി ജിമാറ്റ് എഴുതി ആ ടോർണോ കോളേജിൽ അഡ്മിഷൻ വാങ്ങുന്നൊക്കെ പറഞ്ഞാ ജിമാറ്റ് എക്സാം എങ്ങനെ എഴുതേണ്ടത് നിനക്കറിയാവോ? പേനുണ്ട്. ഡോണ്ട് പാനിക്. ജിമാറ്റ് ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം. കമ്പ്യൂട്ടറിലാണ് എഴുതേണ്ടത്. അപ്പൊ കോപ്പി അടിക്കാനൊന്നും പറ്റില്ല. എന്റെ ദൈവമേ. എടാ നിന്റെ ഫൈനൽ ഇയർ എക്സാമിന് വേണ്ടി ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാനായി നിനക്ക് ഇൻവിജിലേറ്ററി സെറ്റ് ചെയ്ത് തന്ന് ഗൈഡും കയ്യിൽ തന്ന് നെറ്റിയിൽ കുറയും തൊട്ട് നിന്നെ പറഞ്ഞയച്ചിട്ട് നീ 5 സബ്ജക്ട് ഫെയിൽ ആയി. ഗൈഡിൽ ആൻസർ കണ്ടുപിടിക്കാൻ തന്നെ എന്ത് പ്രയാസമാണെന്നറിയോ? എടാ നിനക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും, അതെനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് എന്നാലും നീ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, ഓക്കെ? നിന്റെ ഐക്യു ഇവിടെ, ജിമാട്ട് അവിടെയാണുള്ളത്. എവിടെ? തേടണ്ട, കാണാൻ പറ്റില്ല. നീ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ലടാ. നീ അവനെ ഇങ്ങനെ മൂടോട്ട് ആക്കാതെ. എല്ലാറ്റിനും ഒരു വഴിയുണ്ട്, പക്ഷെ സംഗതി കുറച്ച് പ്രശ്നമാണ്. ഡാടാ നീ ആവശ്യമില്ലാതെ അഡ്വൈസ് ഒന്നും ചെയ്യണ്ട. നീ പറ. എന്റെ അമ്മ ഒരു കൺസൾട്ടൻസി ഉണ്ട്, ജിമാറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ലൈസൻസും ഉണ്ട്. ഇത്തിരി കാശിലവർക്കണമെങ്കിൽ കാര്യം നടക്കും. സർവേഷ് ഫോറിൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. SFECയിൽ പഠിക്കുവിൻ, വിദേശത്തേക്ക് പറന്നു പോകുവിൻ. ഫ്ലൈ ലൈക്ക് എ ബേർഡ് എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയക്കാതെ ഉറങ്ങില്ല എന്ന ശപഥത്തോടെ ഒരു വലിയ മനുഷ്യന് ലോകമഹാന്മാരുമായി ചർച്ചകൾ, സൗഹൃദങ്ങൾ, രഹസ്യങ്ങൾ, ഉപദേശങ്ങൾ, മുൻകാഴ്ചകൾ. നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്ക് യാത്ര ചെയ്യണമെങ്കിലും ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കയറണമെങ്കിലും SFECയുടെ പടികൾ ചവിട്ടിയേ മതിയാകും. വെൽക്കം ടു സർവീസ് ഫോറിൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. ഇതെന്റെ ഫ്രണ്ട്സ് അർജുൻ യാനം. ഓ അർജുൻ, Yeah. കാൻഡിഡേറ്റ്, നൈസ് മീറ്റിംഗ് യു. കം പ്ലീസ്. ഇത് GRE ഡിപ്പാർട്ട്മെന്റ്, അത് ജിമാർട്ട് ഡിപ്പാർട്ട്മെന്റ്. ഇവരിൽ ഒരാൾ, ഐ മീൻ നിന്നെ പോലെ ഒരാൾ നിനക്ക് വേണ്ടി എക്സാം എഴുതും. സാർ ഒരു ചെറിയ സംശയം. വെബ് ക്യാമിൽ കൂടി ഓൺലൈൻ ഇൻവിജിലേഷൻ കാണിക്കേണ്ട ആവശ്യമുണ്ടോ സാർ? എടാ മണ്ട, നമ്മുടെ ആധാർ കാർഡ് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് പോലും മനസ്സിലാവില്ല. അങ്ങനെയുള്ളപ്പോ എവിടെയോ കോൾ സെന്ററിൽ ഇരുന്ന് ഉറങ്ങുന്നോ നമ്മളെ എങ്ങനെ കണ്ടുപിടിക്കാനാ? അത് മാത്രമല്ല, ഈ വെബ് ക്യാം ഫ്രം ചൈന അത് ശരിക്കും പ്രവർത്തിക്കത്തുമില്ല. സർ, സൈൻ വേണം. അതിനെന്താ സാർ ഈ മാഡം എന്റെ PA. എന്റെ ജോലികളെല്ലാം നോക്കുന്നത് ഈ കുട്ടിയാണ്. സാറിന്റെ ജോലി ചുമ്മാരി. സാധാരണ സർ, ഞാൻ ഓക്കെയാണ്. കാശ് റെഡി ആക്കിയിട്ട് നാളെ വിളിക്കാം. ഓക്കെ? ആരോടും ചോദിക്കാൻ നീ അങ്ങ് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. നാളെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിനക്കങ്ങ് ബാങ്കോക്കിൽ പോയാലും പഠിക്കാൻ പറ്റില്ല. ഇവിടെ ആകെ നനഞ്ഞിരിക്കുന്നവന് പിന്നെ കുളിരില്ല. അച്ഛന്റെ ഈ അനുവിനെ കണ്ട് പഠിക്കുന്നുള്ള പലരും നിർത്തിക്കണം. സോ ജിമാറ്റ് എഴുതിയേ പറ്റൂ. ഐ മീൻ ആരെ കൊണ്ടെങ്കിലും എഴുതിച്ചേ പറ്റൂ. ഞാൻ ജിമാറ്റ് എക്സാം എഴുതുന്നില്ല. ഐ തിങ്ക് ഐ ഡ്രോപ്പ് ഇറ്റ്. നിനക്കെന്താ ഭ്രാന്താണോ? ഇത്രയും ദിവസം പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് എന്താ പറ്റിയേ? അത് അമ്മയ്ക്കിഷ്ടല്ല. എനിക്ക് ഇവിടുന്ന് എല്ലാരെയും വിട്ട് പഠിക്കാൻ പോകുന്നതില് ഇൻട്രസ്റ്റ് ഇല്ല. ആഹാ, സത്യം പറയടി. പിന്നെ അർജുനും ജിമാറ്റ് എഴുതുന്ന കാര്യത്തില് ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. സോ ഞാൻ പഠിക്കാൻ പോയി അവനിവിടെ തനിച്ചായി പോവും. പാവം. സാർ, ഇവന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് 3 പേരും ഒരു വണ്ടിയിൽ തന്നെ വന്നത്. ഭാര്യയ്ക്ക് എന്ത് പറ്റി? കഴിഞ്ഞ 20 വർഷമായിട്ട് അവൾ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലേ? അനു ഈസ് മൈ ഫസ്റ്റ് എനിമി. അർജുൻ ഇസ് മൈ ഫസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ടും. കഴിഞ്ഞ 20 വർഷം ഓരോ കാര്യത്തിനും അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് വാങ്ങിച്ചാലും അത് അവൾക്ക് ഷെയർ ചെയ്യണം. ഇതെന്റെ അച്ഛന്റെ റൂളാ. അവൻ എന്ത് വാങ്ങിച്ചാലും ഫസ്റ്റ് എനിക്കാ ഷെയർ ചെയ്യാം. അതവന്റെ സെന്റിമെന്റ്സ്. അവള് കാരണം ഞാൻ എത്ര വഴക്ക് കേട്ടിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ അവന്റെ അച്ഛനെ കൊണ്ട് എത്ര വഴക്കേൽപ്പിച്ചിട്ടും ഇതുവരെ അവൻ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ കാരണം എനിക്ക് നല്ലൊരു ഫാമിലിയാ കിട്ടിയത്. അവള് കാരണം ഞാൻ എന്റെ ഫാമിലിയിൽ ഒരു വട്ടനായി പോയി. ഐ ഹേറ്റ് ഹർ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലൊരു ഭാവവും. അതുകൊണ്ടാ പറഞ്ഞ അവളെ വിട്ട് പോയേ പറ്റൂ. എനിക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ക്ലോസാ. എന്നാ പിന്നെ മാരി ചെയ്തോ. ലൈഫ് ലോങ് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്ന് പൊടി. എടി അനു, നീ ആവശ്യമില്ലാതെ ഇത്ര ഇമ്പോർട്ടൻസ് അവന് വേണ്ടി നീ കൊടുക്കുന്നേ. എന്നുവെച്ചാ നീ മാത്രം അവൻ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണുന്നത്. എന്നാ അവൻ നിന്നെയോ ഒരു ഫ്രണ്ട് ആയിട്ട് പോലും ട്രീറ്റ് ചെയ്യുന്നില്ല. ഒന്ന് പോടി അവിടുന്ന്. അവളെ എന്തിനാ വഴക്ക് പറയുന്നേ? നീയല്ലേ അവന്റെ പിറകെ എപ്പോഴും ചുറ്റി നടക്കുന്നേ. അവൻ ഒരു പ്രാവശ്യമെങ്കിലും മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ? നിന്നോട് മാത്രമല്ലാതെ മറ്റുള്ളവരോടൊക്കെ വളരെ ക്ലോസാ. സൈറ്റും അടിക്കുന്നുണ്ട്. ദേഷ്യപ്പെടാതെടി. എന്റെ പൊന്നുമോളെ, എന്തൊരു വാസനയാ. വാസന. ആരാടാ നീ? പെണ്ണുങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിനക്ക്? ഞാൻ കണ്ടായിരുന്നു. എടാ മേഡം പറഞ്ഞു വരുന്നത് ഇത്രയും നല്ല സുന്ദരിയായ പെണ്ണിനെ ഏട്ടച്ച് അപ്പുറം പോയി മണപ്പിക്കുന്നത് എന്തിനാന്നാ ചോദിക്കുന്നത്? ഇപ്പൊ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഹലോ. ഇല്ലടാ അർജുൻ, ഞാനിവിടെ ചാല മാർക്കറ്റിലാ ഉള്ളത്. പറഞ്ഞോ. ഇവിടെ ഒരുത്തൻ എന്നോട് ദേഷ്യപ്പെട്ടോണ്ടിരിക്കുക. നീ ഒന്ന് പെട്ടെന്ന് വാ. 15 മിനിറ്റ്സിൽ ഞാൻ അവിടെ ഉണ്ടാവും. എടാ, നിങ്ങളൊരു ഓട്ടോ എടുത്ത് വയ്ക്കോ. നീ ഇപ്പൊ പെട്ടെന്ന് അനുവിനോട് ആരോ ദേഷ്യപ്പെടുന്നു. ഞാൻ നോക്കിയിട്ട് വരാം.
ഡാടാ ഇത്രയും നേരം നീ അവളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ അവളെ കാണാൻ പോണെന്നോ? എടാ ഞാനിപ്പോ അവിടെ എത്തിയില്ലെങ്കിലേ അവൾ എന്റെ അച്ഛനെ വിളിക്കും. അച്ഛൻ എന്നെ വിളിച്ച് നല്ല ചീത്ത പറയും. അതിന്റെ ആവശ്യമുണ്ടോ? ബൈ. ആവശ്യമില്ല നീ ഇവിടെ ദേഷ്യം പിടിപ്പിച്ചു. നീ കാരണം എല്ലാവർക്കും ഇപ്പൊ പ്രശ്നമായി. അർജുൻ ഉറപ്പായിട്ട് ഇവിടെ വരും. ഞാൻ പറഞ്ഞില്ലേ വരുന്ന. അവൻ എണ്ണി തുടങ്ങി. ഇപ്പൊ കണ്ട ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 പേരുണ്ടല്ലോ. ആ ഫ്ലവർ ഡിസൈനുള്ള ഷർട്ട് ഇട്ടിരിക്കുന്നില്ലേ, അവനാ ദേഷ്യപ്പെട്ടെ. ബാക്കി എല്ലാം അവന്റെ ഫ്രണ്ട്സാ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെന്ന അവന്മാരൊക്കെ ഇടിക്കേ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ ഒരാളെ ഉള്ളൂ. അവന്മാരെ കണ്ടില്ലേ? ആ ഒന്നും ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ. ഹലോ മൈ ബ്രോ, നീ കുശലം പറഞ്ഞെങ്കിലൊന്ന് മാറിക്കേ, ഞങ്ങളൊന്ന് സല്ലപിക്കട്ടെ. അർജുൻ അർജുൻ അർജുൻ, നീ എന്റെ മുത്തല്ലേ, അറ്റ്ലീസ്റ്റ് അവനെ മാത്രമെങ്കിലും ഇടിക്കും പ്ലീസ്. ഞാൻ പറയുന്നേക്ക്, ചെയറിലോട്ട് കല്ലെറിഞ്ഞ നമ്മുടെ ഡ്രസ് ആയിരിക്കും സ്പോയിൽ ആവുക. വന്നേ പോ. സാരമില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് സോപ്പിട്ട് കഴുകി തരാം പ്ലീസ് പ്ലീസ് ഞാൻ പറയുന്ന കേക്ക്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അർജുൻ എടാ ഇവനെന്തിനാ അവളെ വിളിച്ചിട്ട് പോന്നെ? നടക്ക്. എടി കൊച്ചേ, ആരാണ്ട് വരും ഏതാണ്ടൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് നിന്നെ വരാനാ പറഞ്ഞത്. എന്താടാ പേടിച്ചു പോയോ? ഒന്ന് നിക്കടാ, ചോണയുണ്ടോ വാടാ അവിടെ. അങ്ങനെ പോകാതെ കൊച്ചേ. എടാ കൊച്ചനെ, ചോക്ലേറ്റ് പോയി നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലടാ. നീ ഗേൾ ഫ്രണ്ടിനെ വിട്ടേക്ക്, ഞങ്ങൾ നോക്കിക്കോളാം. എന്താ ഓക്കെ ആണോ? നിന്നോട് തന്നെയാ ചോദിച്ചത്. കണ്ണു തുറന്ന് നോക്ക്. ഇപ്പൊ എന്തോ പറഞ്ഞത് ഇവനാണോ? ഇവൻ തന്നെയാ. ഇവനാണോ അതോ? എന്നെ ബാറ്റ് കൊണ്ട് അടിക്കാൻ വന്നത് ഇവനാണോ? അപ്പൊ ബാറ്റ് എവിടെ? എവിടെ? ഞാനല്ല സാറേ, നിങ്ങളെ ബാറ്റ് കൊണ്ട് അടിക്കാൻ വന്ന അവനാ സാറേ. സാറിനെ കളിയാക്കിയത് അവനാ. കമന്റ് അടിക്കാൻ ഇവനാ പറഞ്ഞത്. ചേട്ടാ ഞാനെപ്പോഴാ പറഞ്ഞു സാർ. അപ്പൊ ഞാൻ നിങ്ങളെ എല്ലാരും തല്ലണോ? നീ എന്തിനാ തിരിച്ചു വന്നത്? എന്റെ കഴിവുകേടാ സാറേ. അർജുൻ, അവനെ അവിടെയുണ്ട്. ഇടുക്കവനെ പിടിച്ചവനെ എല്ലാം ഇടുക്കേ. പ്ലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ. നീ പിന്നെയും വന്നോ? ഒന്ന് റിവൈൻഡ് ആയതാ സാറേ. സാർ സാർ ഇനി എന്നെ തല്ലല്ലേ സാറേ. സാർ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പോയിക്കോ. എടാ, അവളെന്റെ ഗേൾ ഫ്രണ്ട് അല്ല. ഇനി ഒരിക്കലും അങ്ങനെ പറയരുത്. ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ തല്ലുന്നല്ലേ? നീ പറഞ്ഞത് ശരിയാ. അവനെ ഫ്രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യില്ല. എന്താണെന്നറിയോ? ഹീസ് മൈ ബോയ് ഫ്രണ്ട്. എടാ, നമ്മുടെ ആൾക്കാർ ശമ്പളം വെച്ചാൽ ജോലിയോന്ന് അറിയില്ല, പക്ഷെ കൈക്കൂലി വെച്ചാൽ കൃത്യമായിട്ട് മാർക്കിട്ട് തരും. നീ TC വാങ്ങിച്ചോ? റീവാലുവേഷന്റെ റിസൾട്ട് ഇന്നലെ വരുന്നേ. ഓൾ ദി ബെസ്റ്റ്.
എന്താടി അവൻ നിന്നെ ഇഷ്ടമില്ലാത്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. അവൻ നല്ല ടെൻഷനിൽ നിൽക്കുക അതുകൊണ്ട്. ഹായ് സർ, ഞാൻ മീനയാ, ഫസ്റ്റ് ഇയർ. യാ സാർ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ടിസിക്ക് വേണ്ടി വന്നതാ. പിന്നെ റീവാലുവേഷൻ റിസൾട്ട് വരണമല്ലോ. ഇപ്പൊ ടെൻഷൻ മുഴുവനും റിലീഫ് ആയെന്ന് തോന്നുന്നു. ഓ, വി മിസ് യു എ ലോട്ട് സർ. ആണോ? എങ്കിലും എന്റെ നമ്പർ നോട്ട് ചെയ്തോ. മിസ് ചെയ്യുമ്പോൾ കോൾ ചെയ്താൽ മതി. 9344006913. താങ്ക് യു സർ. ബൈ സർ. കോളേജ് കഴിഞ്ഞാലും നിന്റെ ക്രൈസ് ഒട്ടും കുറഞ്ഞിട്ടില്ല മോനെ. മാം, ഫോൺ ചെയ്താ നിനക്ക് ഭയങ്കര മിസ്സിംഗ് അല്ലേ? മാം, നമ്പറും വേണം അല്ലേ? ഈ സൗന്ദര്യമൊക്കെ ഒരു ശാപമാണേ. വാഴാനല്ലേ പറഞ്ഞേ. എടാ നിന്റെ റിസൾട്ട് കിട്ടി. അയ്യോ എന്തുവാടാ ഇത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊന്നും കണ്ടിട്ടില്ല. എന്താടാ ഇത് കുറഞ്ഞു പോയോ? എടാ ഈ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചത്താലും ഞാൻ വിശ്വസിക്കില്ല. സാധാരണ റീകൗണ്ടിങ്ങിൽ 3 അല്ലെങ്കിൽ 5 മാർക്ക് വരെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിൽ 50, 60, 70 ഒക്കെയാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ മിറാക്കിൾ അങ്കിൾ. ഒരു സബ്ജക്റ്റിൽ എന്നെക്കാളും കൂടുതൽ മാർക്ക് അർജുന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അങ്കിൾ, അത് പിന്നെ എക്സാമിന്റെ ടെൻഷൻ കാരണം പിന്നെ അഡീഷണൽ പേപ്പർ കെട്ടാൻ മറന്നുപോയി. അങ്ങനെ പേപ്പർ മിസ്സായി. മിസ്സായ പേപ്പർ തിരിച്ചു കിട്ടി. അത് കൂട്ടിയപ്പോ മാർക്ക് എത്ര ഉണ്ടായിരുന്നു? ഇത്രക്ക് സ്കോർ ചെയ്തു. സോ നീ അഡീഷണൽ പേപ്പർ കെട്ടിക്കൊടുക്കാൻ പോലും പറ്റാത്തത്ര ടെൻഷനിലായിരുന്നല്ലേ? അപ്പൊ ഇത് വെച്ച് ഒതുക്കാൻ നോക്കാണല്ലേ? ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പാസ്സായതിൽ സന്തോഷിക്കാതെ ഇവൻ അങ്ങനെ പാസ്സായി നോർത്ത് വിഷമിച്ചിരിക്കുക അച്ഛൻ. ശരിയല്ലേ? അന്ന് ചെറുക്കന്റെ മുന്നിൽ വെച്ച് കളിയാക്കിയില്ലേ? അത് ഞാൻ മറന്നു വിചാരിച്ചോ? ഇല്ലല്ല, ഒരിക്കലും മറക്കില്ല. ഞാൻ നിർത്തില്ല. സോറിയടാ. അച്ഛനെ സോറി എനിക്ക് ആവശ്യമില്ല. ഐ എം പ്രൗഡ് ഓഫ് യു മോനെ. എന്നെ നോക്ക്. ഇതാ ഇത് പിടിച്ചോ. എനിക്ക് കൈകൂലിയൊന്നും വേണ്ട. ഫ്രണ്ട്സിന് പാർട്ടി കൊടുത്തുവിടാ. എടാ, അച്ഛൻ സ്നേഹത്തോടെ തരുന്നത് വേണ്ടെന്ന് പറയരുത്. വായിച്ചോ? താങ്ക്സ് അങ്കിൾ. ഒന്ന് ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ മോനെ, ഒന്ന് ചിരിച്ചേ. എന്തായാലും എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നമ്മുടെ അർജുൻ റീകൗണ്ടിങ്ങിൽ എല്ലാ സബ്ജക്റ്റിലും പാസ്സായി. ഡിസ്ട്രിക്റ്റിനും ഉണ്ട്. അമ്മേ, കൊടുത്ത കാശ് എന്തായാലും പാഴായില്ല. എനിക്ക് സന്തോഷമുണ്ട്. അത് മതി. കാശോ? ഏത് കാശ്? അതെച്ചാ റീവാലുവേഷൻ കൊടുത്ത കാശ് വേസ്റ്റ് ആയില്ലെന്നാ ആന്റി ഉദ്ദേശിച്ചത്. അത് തന്നെ, അത് തന്നെ. അച്ഛാ, അവനോടൊന്ന് ജിമാറ്റ് എഴുതാൻ പറ. മോനെ, ജിമാറ്റ് ഒന്നും ഞാൻ എഴുതില്ല. ഒരു പ്രാവശ്യം എഴുതു മോനെ. അച്ഛന്റെ പൊന്നു മോനല്ലേ. പ്ലീസ് 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 കേട്ടോ മോനെ. അച്ഛന് വേണ്ടിട്ട് ഞാൻ എഴുതാം. അർജുൻ എഴുതാണെങ്കിൽ ഞാനും എഴുതാം. അനു, ഞാൻ നിന്നോട് വേണ്ടെന്ന് പറഞ്ഞല്ലേ? അങ്കിൾ, അവൾ എഴുതട്ടെ. ആഗ്രഹം കൊണ്ട് പറയുന്നതല്ലേ. എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കുക. ഇവള് വേണ്ടെന്ന് പറയുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനൊരു ഫോറിൻ വരനെ കണ്ടുപിടിക്കാം. കല്യാണം കഴിച്ചോട്ടെ. അവിടെ ചെന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അത് പോയിന്റ്. അമ്മയുടെ ഒരു ഐഡിയ. അവളിവിടുന്ന് തലയും കുനിച്ചിറങ്ങി പോകുന്നത് കാണുമ്പോ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുക. ഇതിന് സാഡിസം എന്നാ പറയുന്നത്. ഐ ലൈക്ക് ഇറ്റ്. അക്കാര്യಕ್ಕೆ അവിടെ നിൽക്കട്ടെ. ആദ്യം ജിമാറ്റുള്ള കാശുണ്ടാക്ക്. അത്രയും കാശ് നിനക്കെന്തിനാ? എന്താ ഇങ്ങനൊരു ചോദ്യം? അത് വേറൊന്നുമല്ലടാ. ഈ മാസം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യട്ടെ, സരിത ആന്റിയോട് ചോദിച്ചു വാങ്ങിച്ചു തരാം. അയ്യോ, അതൊന്നും വേണ്ട ആന്റി. അതൊന്നും ശരിയാവും തോന്നുന്നില്ല. ഞാൻ നോക്കിക്കോളാം. നല്ല ക്ഷീണം. കാശൊന്നും റെഡിയാലടാ. നിന്റെ അങ്കിള് വിചാരിച്ച ചിലപ്പോ കാശിന്റെ കാര്യം പറഞ്ഞിട്ടൊന്നും അമ്മാവിന്റെ അടുത്തേക്ക് ചെല്ലണ്ട. അക്കാര്യത്തിൽ മഹാ പിശുക്കനാണ് അയാള്. അളിയാ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും ചോദിക്കുമെന്ന് പേടിച്ച് ഓരോരുത്തർ സിം കാർഡ് വരെ മാറ്റിക്കൊണ്ട് നടക്കുക. ഇങ്ങനെ പോയാൽ എന്താ ചെയ്യാ? അർജുൻ, എന്താ? കാശിനെന്തോ അത്യാവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടു. വാങ്ങിച്ചോ? വാങ്ങിച്ചോ? എടോ, താങ്ക്സ് പറടാ. താങ്ക്സ്. സൂക്ഷിക്കണം. എന്തിന്? ഇത്രയും വലിയൊരു എമൗണ്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തോ തെറ്റ് ചെയ്യാൻ പോവാണെന്നൊരു തോന്നലുണ്ടായി. പക്ഷെ നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും ബി കെയർഫുൾ. അനുവിന്റെ തങ്കപ്പെട്ട മനസ്സാ. ഇതാ സഫീസ്. ഇയാളാ തനിക്ക് വേണ്ടി എക്സാം എഴുതാൻ പോകുന്നത്. മഹേഷ് കുമാർ, പരിചയപ്പെടൂ. എന്താ ഇയാളോ? നീ ഇത് കണ്ടോ? എന്നെ അച്ഛന് വാർത്തെടുത്ത പോലെ ഇല്ലേ? ഊമച്ചാടാ, ഈ അങ്കിൾ മണി എഴുതൂടാ. എന്താ എന്തിനാ എന്തിനാ ഇതൊക്കെ? ഓൾ ദ ബെസ്റ്റ്. ഭയങ്കര ടെൻഷൻ. പേപ്പർ ഇസ് വെരി ടഫ് ബ്രോ. ഐ ട്രൈഡ് ഇൻ മൈ ലെവൽ ബെസ്റ്റ്. ഇനി ഒരുപാട് എഴുതാനുണ്ട്. കാട്ടയും പടവും മടങ്ങി.
എന്റെ ഗുരുവായൂരപ്പാ, ഞാൻ എന്താ ഈ കാണുന്നത്? നാടകങ്ങളായിടാതെ ആടി ആടി നാം രസിക്കുകയില്ല എങ്കിൽ ലൈഫ് വേസ്റ്റ് ആകും ഇന്നടാ. ഈ കർമ്മമാകെ മാറും, കടുത്ത ചായമായി ഒഴുക്കും, തന്ത്രമാകെ മാറ്റും. ഹാപ്പി ജിമാറ്റ്. മോനെ ഡാ, ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാൻ എന്തൊരു മടിയായിരുന്നു ഇവന്. അങ്ങനെയായിരുന്നവൻ ഇത്രയും മാർക്ക് എടുത്തെന്ന് വെച്ചാ വലിയ കഴിവ് തന്നെയാ. അർജുനെ നിന്നെ മിണ്ടാതിരിക്കടി. അർജുനെ നിന്നെ വിശ്വസിച്ചാണ് ഏൽപ്പിക്കുന്നത്. ശ്രദ്ധിച്ചോണം കേട്ടോ. എന്തൊരു കുസൃതിയാ. എടുത്തു കഴിഞ്ഞാൽ ദേഹത്ത് മൂത്രം ഒഴിക്കും. അൺബിലീവബിൾ സ്കോറാ. വളരെ റയർ അല്ലേ? ഇപ്പോഴാ എന്റെ മോന് ശുക്രദശ തുടങ്ങിയിരിക്കുന്നത്. എന്റെ 4ാമത്തെ ബർത്ത്ഡേ പാർട്ടിക്ക് ശേഷം എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നൊരു ഫംഗ്ഷൻ ഇതാ. അച്ഛനെ ഇത്രയും ഹാപ്പി ആയിട്ട് കാണുമ്പോ എന്റെ മനസ്സിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ ഞാനിത് നേരായ മാർഗത്തിലൂടെ നേടിയതല്ലോ. ആ ചിന്ത വരുമ്പോ വാമ്പറ. ഹായ് വെൽക്കം സർ. വാവ്, സിനിമയുടെ 100 days ഫംഗ്ഷൻ പോലെ. എന്താ ഇതൊക്കെ? ഇതിനെല്ലാം കാരണം സാറ് തന്നെയാ. വരും സർ, ഞാൻ അച്ഛനെ introduce ചെയ്യാം. സാർ ഇരിക്കും. ഇതാണ് എന്റെ സാറ്. ഇദ്ദേഹത്തിന്റെ ജിമാറ്റ് കോച്ചിങ് സെന്റർ കാരണം ഞാൻ ഇത്രയും സ്കോർ ഓ, വരണം വരണം വരണം. കണ്ടതിൽ സന്തോഷം. എന്താ ഒന്നും എടുത്തില്ലേ? കൈ വെറും കൈയാണല്ലോ. എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ആദ്യം ഇവിടെയുള്ള എല്ലാവർക്കും താങ്കളെ പരിചയപ്പെടും. ഇത് സർവേശ്വരൻ. ഇദ്ദേഹത്തിന്റെ കോച്ചിങ് സെന്ററിൽ പഠിച്ചിട്ടാ എന്റെ മോന് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. ഗ്രേറ്റ് മാൻ. വന്നാൽ സാറേ, ഇനി ഒരുപാട് പേരെ പരിചയപ്പെടുത്താനുണ്ട്. മിസ്റ്റർ ജോർജ്, ഇത് സർവേശ്വരൻ. മൈ സൺ സ്റ്റഡീഡ് ഹിസ് കോച്ചിങ് സെന്റർ ആൻഡ് ഗോട്ട് ഫസ്റ്റ് റാങ്ക്. ഹി ഈസ് ഗ്രേറ്റ് മാൻ. കം നെക്സ്റ്റ് ടേബിൾ. എന്താ മോനെ, നീ എന്താ ഡള്ളായിരിക്കുന്നത്? എന്താ അങ്കളെ ഇങ്ങനെ കാണിച്ചു? കഷ്ടപ്പെട്ട് പഠിച്ച ജോലിക്കാരനാവാന്ന് പറഞ്ഞിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് എക്സാമിൽ എന്നാ ഇത്ര ടോപ്പായത്? ശരി, അത് പോട്ടെ. ഞാൻ വലിയവനായി ഒരു കമ്പനി തുടങ്ങിയിട്ട് ഞാൻ ആ കമ്പനിയിലെ ഒരു ജോലി തരാം. ഡോണ്ട് വറി. എന്നെ അനുഗ്രഹിക്കങ്കൾ. എന്റെ കൊച്ചിനെ നീ വഷളാക്കി വെച്ചിരിക്ക. This man give my son best result of the. സാർ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങോട്ടാ, come here. Yeah, one more. Continue. Oh, continue, sir. He is thirsty. അച്ഛൻ അറേഞ്ച് ചെയ്ത പാർട്ടി ഗംഭീരമായിരിക്കുന്നു. അർജുൻ, അല്ല, നീ ഇതുവരെ കിടന്നില്ലായിരുന്നോ? ഞാൻ വല്ലാത്തൊരു മൂഡോട്ടിലായിരുന്നു അർജുൻ. ഓ, അമ്മയായിട്ടൊരു പ്രശ്നം. ഓ, ഞാൻ ജിമാറ്റ് എഴുതാന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല. കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം. എനിക്ക് കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല അർജുൻ. എനിക്ക് ഇനിയും പഠിക്കണമെന്നാ. നിന്റെ കൂടെ ഉണ്ടാവണമെന്ന് തോന്നുന്നു. നീ എന്റെ അമ്മയോടൊന്ന് സംസാരിക്കോ? അനു, ഞാൻ എങ്ങനെയാ ഒന്ന് ശരിയാ? അതെന്താ അർജുൻ, നീ പോവാണോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിനക്ക് പറ്റുമോ അതിന്? I'll miss you. You'll be fine. ഹലോ സർ, എല്ലാം ഓക്കെ അല്ലേ? വിസ പ്രോസസിംഗ് ഒക്കെ തുടങ്ങിയില്ലേ? ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എപ്പോഴാ ബുക്ക് ചെയ്യണ്ടേ? അതിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. നിന്റെ അഡ്മിഷൻ വെയിറ്റിംഗ് ലിസ്റ്റിലാവുള്ളത്. എന്ന് വെച്ചാ നിന്റെ കൂടെ തന്നെ 2 പേര് അതേ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിരുന്നു. അവർക്ക് ജിമാറ്റില് നിന്നേക്കാളും 1 മാർക്ക് കൂടുതൽ കിട്ടി. അതായത് യൂണിവേഴ്സിറ്റിയിൽ 2 സീറ്റേ മിച്ചമുള്ളൂ. അതുകൊണ്ട് കിട്ടില്ലെന്നാണോ? ഇനിയിപ്പോ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ചാൻസ് ഉണ്ടോന്ന് ഒന്ന് നോക്കാമോ? നിനക്കത് ഓക്കെ ആണോ? ഇനിയിപ്പോ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. നമ്മൾ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. ഓക്കെ, എന്റെ ദൈവമേ, ഇയാള് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് ശരി, അപ്പൊ സമ്മതിച്ചു സാറ്. അങ്ങനെയാണെങ്കിൽ അനുപമ അഡ്മിഷൻ പ്രോസസ് തുടങ്ങാലല്ലേ? ഹലോ ഹലോ മേഡം, ഇവിടെ ഞാനിന്ന് അവരിപ്പോ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്ത് പറഞ്ഞു? ഒന്നുമില്ല. ഒന്നും പറഞ്ഞില്ലല്ലോ. നത്തിങ്. എന്നെക്കാൾ 1 മാർക്ക് കൂടുതൽ വാങ്ങിച്ച കാൻഡിഡേറ്റിന്റെ പേരെന്താ?
അരവിന്ദ് ശങ്കർ ശാസ്ത്രി. ഹി ഹാസ് 4-year വർക്ക് എക്സ്പീരിയൻസ് ഇൻ ഇൻഫോസിസ്. ഞാൻ ചോദിച്ച കാൻഡിഡേറ്റിന്റെ പേര് പറയാ. പറയാൻ പറയല്ലേ? പാൻപമ്മ. പി അനുപമ. പാൻപമ. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഹായ് സർ, ഞാൻ അനുപമ. ഞാൻ അർജുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അർജുൻ അപ്ലൈ ചെയ്ത അതേ കോളേജില് എനിക്കൊരു സീറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഒരേ ഒരു കാര്യം, ഇത് അവനോട് പറയരുത്, സർപ്രൈസ് ആയിരിക്കണം. അവളെ നിനക്ക് ഇഷ്ടമല്ലെന്ന് നിന്റെ കൂട്ടുകാർ പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അറിഞ്ഞത്. സത്യമായിട്ടും നിങ്ങളല്ലേ ഏത് ഓപ്ഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞ? യൂണിവേഴ്സിറ്റീസ്. നോക്ക് ഇതിലേതാ വേണ്ടത്? സെലക്ട് ചെയ്തോളൂ. സോ മെനി ചോയ്സസ്. ഫ്ലൈ ലൈക്ക് എ ബേർഡ്. ഓ മൈ ഗോഡ്, ഇത് എത്ര കോസ്റ്റ്ലി, എത്ര വിലപിടിപ്പുള്ള ലാപ്ടോപ്പ് എന്നറിയോ? ഇതിന്റെ മെമ്മറി 1 TB. പിടിച്ചു മാറ്റണം, അല്ലെങ്കിൽ എന്നെ കൊല്ലും. കാഴ്ചകൊണ്ടിരിക്കാതെ അവനെ പോയി പിടിക്കണം. തിരിഞ്ഞൊന്ന് സോൾവ് ചെയ്തോളൂ. എന്റെ ഈ സ്ഥിതിക്ക് കാരണം നീയാ. ചെല്ല്, എങ്ങനെയല്ലോ ഒന്ന് സോൾവ് ചെയ്യും. ചെല്ല്, അവനെ ഇറക്കി വിട്. ഓക്കെ ഗൂഗിൾ, നിയർ ബൈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കണക്ട് ചെയ്യൂ. നീ എന്നെ അടിച്ചിട്ട് എന്റെ പേര് കംപ്ലൈന്റ് കൊടുക്കാൻ പോവല്ലേ? നീ ഒരു ഫ്രോഡ്, ചെയ്യുന്നൊക്കെ സ്കാം, എന്നിട്ട് ഇത്രയും കോൺഫിഡൻസോ? അങ്ങനെ എന്നെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുന്നത്. അവന്റെ അടുത്ത് ഫോൺ വാങ്ങ്. എന്നെ ഫോൺ കാര്യം പറയണോ? വീട്ടില് സുന്ദരിയായ ഒരു ഭാര്യ, ഒരു പൊടി കുഞ്ഞു, പോരാ ഓഫീസിൽ ഇവളും. ഹൈ മെയിന്റനൻസ്. ചുരുക്കം പറഞ്ഞ പെരുവഴി ശരണം. എടിയാ ബട്ടൺ സംഗതി കുട്ട, അങ്ങോട്ട് നോക്കല്ലടാ. എനിക്ക് സീറ്റ് കിട്ടോ ഇല്ലയോ? എന്നെ ഉപദ്രവിക്കില്ല, എന്നെ വിട്ടേക്ക്. ഇങ്ങനെ ഉപദ്രവിക്കാതെ. ഇല്ല, എനിക്ക് അതേ കോളേജ് തന്നെ സീറ്റ് വേണം. ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ പറയും അനുവിന് സീറ്റ് കിട്ടി, നീ അവളെ കണ്ട് പഠിക്കടാ എന്ന്. അത് കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയോ? എടുക്കണോ? എനിക്ക് സീറ്റ് കിട്ടോ ഇല്ലയോ? പറയാനാ പറഞ്ഞത്, എനിക്ക് സീറ്റ് കിട്ടോ ഇല്ലയോ എന്ന്. അത് ഞാൻ വിചാരിച്ച നടക്കില്ല. ആ 2 പേരിൽ ഒരാൾ ഡ്രോപ്പ് ആവണം. തനിക്ക് എന്താ പറഞ്ഞ? നിനക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ആ 2 പേര് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാണോ? എങ്ങനെയാടാ അത്? ക്യൂട്ട് ബോയ്. കൺഗ്രാറ്റ്സ് ആന്റി. എപ്പോഴാ പാർട്ടി? പാർട്ടിയോ? എന്തിനാടാ? അനു ജിമാറ്റിൽ ടോപ്പ് ആയില്ലേ? എക്സാം എഴുതിയെന്നോ? ആന്റിക്ക് അത് അറിയാന്നാ വിചാരിച്ചേ. സോറി ആന്റി, സോറി. ഇരിക്കെ, നേരാണോ പറഞ്ഞത്? ആന്റി, ഞാൻ ഈ കാര്യം ആന്റിയോട് പറഞ്ഞെന്നറിഞ്ഞ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടായി. നമുക്കിടയിൽ ഒരു ഒളിച്ചുകളി വേണോടാ. സത്യമായിട്ട് ജിമാട്ട് എഴുതിയോ? ടൊറിനോ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ അവൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അവൾക്ക് ആന്റിയോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവാത്ത അതാ. അവളിപ്പൊ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല. അങ്ങനെയാണോ? അത്രയൊക്കെ ഉള്ളു, വിട്ടേര്. മക്കള് വലുതായി കഴിഞ്ഞാൽ അവര് പറയുന്നത് നമ്മൾ കേൾക്കണം. അവിടെ ഇഷ്ടം പോലെ കാണിക്കട്ടെ. ആന്റി ഇപ്പൊ അവളെ അങ്ങനെ വിടാൻ പോവാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ആന്റി പറഞ്ഞത് പോയിന്റ്. ആന്റി താഴേക്ക് ഇറങ്ങണം. പഠിത്തത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണെങ്കിൽ നാളെ കല്യാണത്തിന്റെ കാര്യം വരുമ്പോ. കല്യാണം എന്ന് വെച്ചാ? ഇന്ന് പഠിത്തത്തിന്റെ കാര്യത്തിൽ ആന്റി പറഞ്ഞ അവള് കേട്ടില്ല, പിന്നെ കല്യാണത്തിന്റെ കാര്യം പറയണോ? അമ്മയുടെ സ്ഥാനത്ത് ഞാൻ നിൽക്കുമ്പോ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അതൊന്നും നടക്കില്ല. ആന്റിക്ക് ഡൗട്ട് ഉണ്ടോ? എന്നപ്പോ ചോദിക്കാണ്ടി. സോ ഹാപ്പിയാണോ? ഒരുപാട് ഹാപ്പി. എന്നാൽ ആന്റിയോട് എങ്ങനെയാ പറയാ? അർജുനോട് പറയാം. അമ്മയെ കൺവിൻസ് ചെയ്യാൻ അവനാ ബെസ്റ്റ്. ജിമാട്ട് എഴുതിയല്ലേ? അത് അമ്മയോട് ആരാ പറഞ്ഞ? കോളേജിൽ അപ്ലൈ ചെയ്തല്ലോ. ഇതൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞു? എനിക്കെല്ലാ കാര്യം അറിയാൻ പറ്റേക്ക്. നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നേ? ആര്? ഞാനോ? ഞാൻ ശല്യപ്പെടുത്തുവാന്നോ? ഇതുകൊണ്ട് തന്നെ ഞാൻ പറയാത്തത്. ഇനിയെങ്കിലും എന്നോട് പറയണമെന്നുണ്ടോ? അയ്യോ, പറയാതിരിക്കാൻ പറ്റോ? ഫീസ് അമ്മയല്ലേ കൊടുക്കുന്നേ? ആഹാ, ഫീസ് അടയ്ക്കാൻ മാത്രം എന്നെ വേണം നിനക്കല്ലേ? അതെ. എന്താ അത്? ഫോറിനിൽ നിന്ന് കുറെ ആലോചനയുണ്ട്. ഇതിൽ ആരെയെങ്കിലും കല്യാണം കഴിച്ചിട്ട് അതിനുശേഷം നിന്റെ തീരുമാനം പോലെ എന്ത് വേണേലും പഠിച്ചോ. ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എടുത്ത്
ഞാൻ വന്ന് കയറിയപ്പോ മുതൽ അമ്മയുടെ നാടകം കണ്ടോണ്ടിരിക്കാം. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്തടി വേരല് ചൂടി സംസാരിക്കുന്നേ? കണ്ണുരുട്ടി പേടിപ്പിക്കുന്നോ? മറുപടി പറ. എന്റെ പഠിത്തം, എന്റെ കല്യാണം, എന്റെ ഫ്യൂച്ചറൊക്കെ എന്റെ ഇഷ്ടം. നിങ്ങൾ അതിൽ ഇടപെടണ്ട. അപ്പൊ ഞാൻ ഇടപെടണ്ടല്ലേ? വേണ്ട. ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന ഒരുത്തരം ഞാൻ കല്യാണം കഴിക്കില്ല. ഇതോടെ എന്റെ കോളേജ് സീറ്റിന്റെ പ്രശ്നം, അതോടെ അവളുടെ കല്യാണവും ഫിക്സ് ആയി. ഇപ്പൊ എന്തിനാ കല്യാണം? മോളുടെ അമ്മ മോൾക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ട്. കല്യാണം ഒന്നും വേണ്ട, ഞാൻ പഠിക്കാൻ പോകുന്ന പറഞ്ഞല്ലേ. ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? നീ പറയുന്നത് ഞാൻ അനുസരിക്കാൻ. സോ അതുകൊണ്ട് എന്നോട് റിവെഞ്ച് ചെയ്യാണോ? അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ ആരെയും കെട്ടാൻ പോകുന്നില്ല. എന്ത് ചെയ്യും? നിനക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും ഒരു ചില്ലി കാശ് പോലും ഫീസ് അടയ്ക്കാൻ ഞാൻ തരില്ല. സീരിയസ്? പിന്നെ സൈലു ചേട്ടൻ വെറുതെ ഇതില് ഇന്നലെ ഇവിടെ എന്നോട് സംസാരിച്ച ചേട്ടൻ കേട്ടിരുന്നെങ്കിൽ ഇവക്ക് ഒരിക്കലും ചേട്ടൻ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഓ, അപ്പൊ ഇന്നലത്തെ പ്രശ്നത്തിന്റെ കണ്ടീഷനാണല്ലേ? എന്റെ അമ്മേ, സോറി. ഏതൊരു സമയത്ത് ഭ്രാന്ത് പിടിച്ചപ്പോ പറഞ്ഞതാ. ഞാൻ വേണമെങ്കിൽ കാല് പിടിച്ചു. വെറുതെ നാടകം കളിക്കണ്ട. അതല്ലെങ്കിൽ പിന്നെ ഏത് ഒരു സാഡിസ്റ്റിനെ പോലെ പെരുമാറുന്നത്? ഇവർക്ക് മാത്രം എത്ര ഈഗോ എന്താണെന്ന് മനസ്സിലാവാ. ആർക്ക്? എനിക്ക് ഈഗോ ആണെന്നോ? അതെ ശൈലു, പെൺകുട്ടികളെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് കുടുംബത്തിന് അത്ര നല്ലതല്ല. ചേട്ടാ, ഞാൻ കരഞ്ഞു കാണുന്ന ഇവക്ക് ഇഷ്ടമാണല്ലേ? എനിക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാതെ ഇങ്ങനെ കിടന്ന് അഭിനയിക്കണോ? ഞാൻ നോക്കുന്ന ചെറുക്കനെ ഇവക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ അമ്മയുടെ സ്ഥാനത്ത് എന്തിനാ? അവസാനമായി ഞാനൊരു കാര്യം പറയാം. ഇവള് പറഞ്ഞതുപോലെ മേലോട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം ആട്ടെ. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ ചെയ്തേക്ക്. അയ്യോ വേണ്ട. അമ്മയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? നീ എന്താ പറഞ്ഞത്? മുതിർന്നവരാകുമ്പോ ദേഷ്യം വന്ന പലതും പറഞ്ഞെന്നിരിക്കും. അതിന് ചാവാൻ പറയണോ? അർജുനെ കണ്ട് നീ പഠിക്കേ. ഞാൻ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും ചീത്ത വിളിച്ചാലും ഒരു അക്ഷരം എതിർത്ത് പറയില്ലവൻ. ഞാൻ ചെറുതായി കത്തിച്ചത് ഇത്രയും ആളിപ്പടരുമെന്ന് കരുതിയില്ല. ചെറിയൊരു വഴക്കുണ്ടാവുമെന്ന് കരുതി. പക്ഷേ ഇതുപോലൊരു യുദ്ധം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എല്ലാരും എന്നോട് കല്യാണം കഴിക്കാൻ പറയുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറയേ. മുതിർന്നവരെല്ലാം എന്തെങ്കിലും കാരണമില്ലാതെ ഇങ്ങനെയൊക്കെ പറയോ? ഇങ്ങനെ എല്ലാരും വേദനിപ്പിക്കുന്നത് അത്ര നല്ലതല്ലനു. നീ കല്യാണം കഴിക്ക. ശരി, ഞാൻ കല്യാണം കഴിക്കാം. അർജുൻ, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? പറയടി, പറയടി. ഞാനിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കൂടി?
പറയടി, എന്തിനാടി ഇങ്ങനെ ചെയ്തേ? ഇനി ഇങ്ങനെ നോക്കിയിട്ട് എന്താ കാര്യം? ഓരോ സന്യാസങ്ങൾ കാണിച്ചു വെച്ചിട്ട് ചെയ്യുന്നല്ല ചെയ്തിട്ട് ഒളിച്ചിട്ട് നോക്കാനല്ലേ? അകത്തോട്ട് വരാനാ പറഞ്ഞേ. വന്നോ, മര്യാദയ്ക്ക് വന്നോ. എന്തിനാ ഒരു പാവം പെൺകുട്ടിയായിട്ട് നിങ്ങൾ ഇങ്ങനെ തല്ലുന്നേ? മതിയാക്ക്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ ചേട്ടാ. എന്റെ കുടുംബത്തിന്റെ മാനം പോയി. കണ്ടില്ലേ, ഇവളുടെ ജീവിതം ഇവള് തന്നെ തൊലച്ചു. എന്നിട്ട് ഒന്നും അറിയാൻ മേലാത്ത പോലെ നിക്കുക. ഇത്രയൊക്കെ കാണിച്ചിട്ട് ഏത് ബുക്ക് ഇവിടെ കെട്ടാൻ വരുന്നേ? നിങ്ങൾക്ക് എന്താ എന്നെ നോക്കുന്നേ? അർജുൻ, അർജുൻ, അമ്മേ, അർജുൻ, ചേച്ചി നിങ്ങൾക്കൊന്നും മിണ്ടായിരുന്നേ? അനുവിനെ നോക്കിയേ, നല്ല കുട്ടിയല്ലേ അവള്. അതുകൊണ്ട് മോനെ, ഞാൻ എന്ത് ചെയ്താലും നിന്റെ നല്ലതിനായിരിക്കും. അതിന് മോനെ, നീ ഞങ്ങൾക്ക് എങ്ങനെയാണോ അനു ഞങ്ങൾക്ക് അതുപോലെയാ. പാവോടാ അവള്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ ഫ്യൂച്ചർ സന്തോഷകരമായിരിക്കണമെങ്കിൽ അനുവിന് നീ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. കൈയെടുത്ത് മിസ്റ്റർ ജസ്റ്റിസ് നായരെ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവളെ കല്യാണം കഴിച്ച പിന്നെ എന്റെ ഗതി എന്താ? എന്താ അർജുൻ നീ? അമ്മേ, ഇവളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അമ്മേ. അനുവിന് എന്താ കുഴപ്പം? സുന്ദരിയല്ലേ അവള്? ഇതാണോ സുന്ദരി? ജസ്റ്റ് ആവറേജ് മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും സൂപ്പർ പെൺകുട്ടികളെയൊക്കെ ഞാൻ റിജക്ട് ചെയ്തതാ. ഞാനിപ്പോ ഇവളെ കല്യാണം കഴിക്കണമെങ്കിൽ എല്ലാരും കൂടെ എന്നെ കളിയാക്കും. മോനെ, ഇന്നലെ മണ്ഡപത്തിൽ നടന്ന നാടകം കണ്ടിട്ട് ആളുകൾ ഇനിയും ചെയ്ത് നിർത്തിയിട്ടില്ല. ചേട്ടാ, അർജുന്റെ വഴക്ക് പറയണ്ട. അവനെന്ത് തെറ്റ് ചെയ്തു? എക്സാക്ട്ലി ആന്റി. ആന്റിക്ക് മാത്രമേ എന്നെ മനസ്സിലാവൂ. ഇതിൽ ഞാൻ ചെയ്ത തെറ്റെന്താ ആന്റി? അമ്മേ, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അർജുനെ മാത്രമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നിന്നോളാം. അനു, ഇങ്ങനെ മീനിംഗ്ലെസ് ആയിട്ട് സംസാരിച്ചാൽ എങ്ങനെയാ? ഐ സേ നോ നോ. അർജുൻ, ആന്റി, നമുക്കിടയിലൊരു ഒളിമറവ് വേണോട്. അതിന് നിന്റെ ആവശ്യ നേരത്തൊക്കെ ഞാനല്ലേ സഹായിച്ചത് എന്ന് വെച്ച്? എന്നാ ഞാൻ നിന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടിപ്പോ ഈ ഒരു തവണ എനിക്ക് വേണ്ടി പ്ലീസ്. അതെടാ, അങ്ങനെ സംഭവിച്ചത്. അത് പറയാനാ നിന്നെ ഞാൻ വിളിച്ചത്. 10th ഫ്രണ്ട് അല്ലേ, നല്ല വിഷമായിരിക്കും. ഇന്നലെ രാത്രി ഒന്നും ഒരുപോലെ കണ്ണടച്ചിട്ടേ ഇല്ല. ഇതുവരെയായിട്ട് ആരും സംസാരിച്ചിട്ടുമില്ല. അങ്കിളെ, എന്താ അങ്കിളെ ഇത്? അങ്കിളുടെ സ്ഥിതി മോശമായോ? എടാ, നീ ഇത് കരയാണോ? എന്നാ സൈൻ ചെയ്യേ. സൈൻ ചെയ്യടാ. എടോ, തനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലേ? അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? സോറി അച്ഛൻ, ഞാൻ നീ ഒന്ന് ഒപ്പിട് 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 ഒപ്പിട്. പെട്ടെന്നിട് ഒപ്പിടാ. മാല എടുക്ക് വേഗം എടുക്ക്. ഇന്ന പിടിച്ചോ, മാല പിടിച്ചോ. മാല മാറ്റിക്കോ. മാറ്റ് തല കുലിക്കടാ. ഇനി തല പൊക്കിക്കോ. ഇനി നീ ഇട്ട് കൊടുക്ക. ഒന്ന് വേഗം ഇട്ട് കൊടുക്കടാ മോളെ. അതിനകത്തേക്ക് വന്നോ. അത് തന്നെ. ഇതെന്താ ഇത്രയും വൈകി? കെട്ടിക്കോ. എന്തിനാണ് മടിക്കുന്നത്? കെട്ട് മോനെ. മുഹൂർത്ത സമയം കഴിയാറായി. ഒന്ന് പെട്ടെന്ന് താലി കെട്ട്. എടാ, സന്തോഷത്തോടെ താലി കെട്ടടാ. എന്തിനാടാ ആലോചിക്കുന്നത്? ഒന്ന് വേഗം കെട്ട്. എടാ മോനെ, കെട്ടടാ. അതന്നെ. നോക്കി കളിയാക്കി. എന്താ മോളെ ഇത്? താലി കെട്ടുമ്പോ എന്തിനാ ചിരിക്കുന്നത്? ചിരിക്കാൻ പാടില്ല കേട്ടോ. ഇനി കെട്ടിക്കോ. നീ വിഷമിക്കേണ്ട മോനെ. പെട്ടെന്ന് കെട്ട്. കരയല്ലേ. കെട്ട്. താലി കെട്ടിക്കോ. അത്രേ ഉള്ളൂ. നന്നായി കെട്ട്. അച്ഛാ, 3 കെട്ട് കിട്ടിയില്ല. എടാ, 3 കെട്ട് കെട്ടണം. വേഗം കെട്ട്. എന്തിനാണോ മടിക്കുന്നത്? മുതിർന്നവർ പറയുന്നത് കേക്ക്. അങ്ങനെ തന്നെ. അയ്യോ, ഇവളെ എന്തിനാ എന്റെ തലയിൽ കെട്ടിവെച്ചത്? എല്ലാം നശിച്ചു പോയല്ലോ. എന്റെ ജീവിതം കട്ട പോയായല്ലോ. അയ്യോ. അമ്മ പറ. ഞാനിങ്ങനെ പറയും, നീ തന്നെ പറ. അച്ഛാ, ഒന്നിങ്ങി വന്നേ, അർജുനോട് സംസാരിക്കണം. എന്ത്? അച്ഛാ, ഒന്ന് വാ അച്ഛാ, ഞാൻ പറയാം. സെറ്റ്ലി. എന്താ? എന്തു പറ്റി? അവൻ ഗെയിം കളിച്ചോണ്ടിരിക്കുക. ഗെയിം കളിക്കുന്നോ? ഷോ.
എടാ മോനെ, ഇനിയും പോയില്ലേ? എഴുന്നേറ്റ് ചെല്ലു മോനെ, അതൊക്കെ പിന്നെ കളിക്കാന്നേ. ചെല്ലടാ. എഴുന്നേറ്റ് വന്നേ. നീ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അവനറിയില്ല. പോലെ വളർന്നിട്ടെന്താ മിണ്ടി പോരുത്തി. നീ വന്ന് കിടക്ക്, കൊണ്ടുപോയി ഉറക്ക. എന്താ വാടാ. എടാ ഇതൊക്കെ പിന്നെ കളിക്കാം, നീ അകത്തോട്ട്. ഞാനങ്ങ് പോവില്ല. ഒരു പ്രാവശ്യം ഒന്ന് ചെല്ല്, പിന്നെ അതങ്ങ് ശീലമായിക്കോളും. ഞാൻ വെക്കണം. അയ്യോ കഷ്ടം. ലോകത്തിൽ ഒരു അച്ഛനും ഇതുപോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത്. ടൂ മച്ച്. ഓ, പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കണല്ലേ. ശരിയാക്കി തരാം. ഒരു ഗ്ലാസ് ചൂട് പാല് കുടിക്കുന്നോ? ആ, കുറച്ച് വിഷം കൂടി കലക്കിത്താ, അപ്പൊ അങ്ങ് ചത്ത പോവല്ലോ. അവള് നോക്കുന്ന കണ്ടില്ലേ, നിന്റെ കണ്ണി ഞാൻ കുത്തി പഠിക്കും. എന്റെ ജീവിതം കോളമായി പോയല്ലോ, എല്ലാം നാശമായി. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതം എന്തിനാ നശിപ്പിക്കാൻ ശ്രമിച്ചത് അർജുൻ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആൽഫ്രഡ് ഹിച്ച്കോക്ക് പോലും നിന്നെ പോലെ സൈക്കോട്ടിക് ക്യാരക്ടർ എഴുതിയിട്ടുണ്ടാവില്ല. എന്തൊരു മനുഷ്യനവൻ. ജസ്റ്റ് ഒരു സീറ്റിന് വേണ്ടി അനുവിന്റെ കല്യാണം തെറിപ്പിച്ചളഞ്ഞില്ലേ? ജീനിയസാടാ. ആര് കേൾക്കാനാണ്? 2 ദിവസം കഴിയുമ്പോൾ അവളുടെ കല്യാണം. അത് കഴിയുമ്പോൾ അവൾ നിന്റെ അമ്മായിമ്മയുടെ വീട്ടിലേക്കും പോകും, ദുബായിലേക്കും പോകും. പാഴ്സൽ. മോളെ അനു, അവിടെ പ്രശ്നമൊന്നുമില്ല. അതെ അങ്കിൾ, ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. ഓ സാരമില്ല മോളെ, നീയൊന്ന് മുൻകൈ എടുത്ത് അവനെ ശ്രദ്ധിച്ചോണം. അർജുൻ, അനുമോളെ കണ്ടു പഠിക്കടാ. എന്തിനാ പേടിക്കുന്നേ? അർജുൻ, നീ എന്റെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. ബേസിക്കലി നീ ഇത്ര സെൽഫിഷ് ആൻഡ് ക്രൂവൽ ആണോ, അതോ നിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ടെൽ മീ അർജുൻ. കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരുമിച്ചല്ലായിരുന്നോ? നിന്റെ സക്സസ് ഞാനും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, നിന്റെ ഫെയിലേഴ്സിൽ ഞാനും സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ജസ്റ്റ് വൺ വേർഡ്, ഒരു തവണ അനു നീ എന്റെ വഴിയിൽ ക്രോസ് ചെയ്ത് വരരുത്, മാറിപ്പോന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ എല്ലാം വേണ്ടെന്ന് വെക്കുമായിരുന്നു. നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്തേ? സത്യങ്ങൾ മുഴുവൻ നീ മനസ്സിലാക്കിയിട്ടും നീ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? അർജുൻ, ഞാൻ എല്ലാം ആലോചിച്ച് തന്നെ ചെയ്തേ. ഞാനത് എക്സ്പോസ് ചെയ്തിരുന്നെങ്കിൽ മാക്സിമം എല്ലാരും നിന്നെ വഴക്ക് പറയും, അങ്കിള് നിന്നെ തല്ലും. നടക്കാനിരിക്കുന്ന എന്റെ കല്യാണം മുടങ്ങി പോയില്ലല്ലോ. തുടർന്ന് പഠിക്കാനുള്ള എന്റെ ആഗ്രഹം നടക്കുകയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്റെ കൂടെ ദുബായിക്ക് വരാൻ പറ്റും. ഏത് കോളേജിൽ സീറ്റ് കിട്ടാനാണോ നീ ഇതൊക്കെ ചെയ്തത്, അതേ കോളേജിൽ ഞാനും പഠിക്കും. അതെങ്ങനെ നടക്കുന്നേ? അതെങ്ങനെ നടക്കുന്നു പറഞ്ഞാ നടക്കും, നടത്തിയെടുത്തേ പറ്റൂ. അനു, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. വി കാൻറ്റ് ഗോ ടുഗദർ. നീ എന്റെ കൂടെ വന്നേ പറ്റൂ, കൂടെ ഇരുന്ന് പഠിപ്പിക്കണം. ദിസ് ഇസ് ആൻ ഓർഡർ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പുറത്തുള്ളവർക്ക് അറിയില്ല, പറയണം. പുറത്ത് കിടക്കുന്ന ഡോർമാറ്റ് പോലെ പിന്നെ അവർ ചവിട്ടിക്കൂട്ടും. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഇനി മുതലാണ് നിന്റെ ജീവിതം തുടങ്ങാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിനൊരു പൂട്ടിട്ട് അതിന്റെ കീ സേഫ് ആയിട്ട് എന്റെ കയ്യിലുണ്ടാവും. ചെന്നാ മൂലയ്ക്ക് പോയി കിടന്നുറങ്ങ. ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോ കിട്ടുന്ന കിക്ക് വേറെ തന്നെയാ. സത്യം പറഞ്ഞ അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. അല്ല, നീ ഇപ്പൊ വേണ്ടാന്ന് വെച്ചാലും അവളെ മാത്രം ഫോറിനിലേക്ക് അയക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു പണി പറ്റിച്ച് വെച്ചിരിക്കുന്നത്. അന്ന് ആ ഫംഗ്ഷൻ നടന്ന സമയത്ത് നീ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ഇന്നിവന് ഈ ഗതി വരില്ലായിരുന്നു. നിനക്കിപ്പോ സമാധാനായില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് പറ. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അമ്മാവനെ ഒന്ന് സോപ്പിട്ടിട്ട് വേറൊരു കാൻഡിഡേറ്റിനെ അയക്കണ്ടെന്ന് പറയണം. ഓ നോ, നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? സമ്മതിക്കില്ല. ഒന്ന് റിക്വസ്റ്റ് ചെയ്താ? നോ യൂസ്. അവനെ ശരിക്കും നിങ്ങൾക്ക് അറിയില്ല. അവനൊരു അഹങ്കാരിയാ, പോരാഞ്ഞൊരു അന്ധവിശ്വാസിയും. സെന്റിമെന്റ് അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. വാസ്തു വെച്ച് പഠിക്കാൻ രാജ്യവും ന്യൂമറോളജി പ്രകാരം കോളേജും തെരഞ്ഞെടുത്തിരിക്കുക. അവനെ പെട്ടെന്ന് മലത്തി അടിക്കാൻ ബുദ്ധിമുട്ടാ. സാറേ, ഓഫീസ് എത്തി സാറേ. അറിയാം. എന്നാൽ ഇറങ്ങും സാറേ. ഇങ്ങനെ തിരക്കൂട്ടിയല്ല എങ്ങനെ? രാഘവല ഒന്ന് കഴിഞ്ഞോട്ടെന്നേ. 24, 25. താങ്ക് യു ചേട്ടാ. വിജയം എന്റെ കൈകളിൽ. സബ്ജക്റ്റ് അറൈവ്ഡ്.
എന്റെ ഈശ്വര എല്ലാം മംഗളമായിട്ട് നടത്തണേ. ഇതൊരു അപശകനമാണല്ലോ. അയ്യോ, പൂച്ചയാണോ മരപ്പെട്ടിയാണോ അത്? ഞാൻ പൂച്ചയല്ലടാ കൊണ്ടുവരാൻ പറഞ്ഞത്. പൂച്ച കിട്ടിയില്ലടാ, അതാ ഇത്. എന്റെ ഈശ്വര, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയോ? ദൈവമേ, അത് പൂച്ചയാണോ പട്ടിയാണോ എന്നറിയില്ല. ഓടി പോകുന്ന കണ്ടില്ല. എല്ലാം നന്നായിട്ട് നടക്കണേ ദൈവമേ, നീ കൈവിടില്ലെന്ന് അറിയാം. ഇതെങ്ങനെ ഈ വിളക്ക് അണഞ്ഞു പോയത്? ടൊറീനോ കോളേജിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അതിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി വന്നതാ. ഏത് കോളേജാ? ടൊറീനോ. താൻ എന്താണോ ചെയ്തത്? അവരെന്തിനാ കരഞ്ഞോണ്ട് പോകുന്നത്? ഞാൻ എന്താ ചെയ്തേ? ടൊറീനോ കോളേജിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അതിന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു ചോദിച്ചെന്നുള്ളന്നേ. അരവിന്ദ് ശങ്കർ നായർ M.Tech IIT സെക്കൻഡ് ടോപ്പർ. നിങ്ങൾ പഠിച്ച അതേ ടൊറിനോ കോളേജ്. ഓ നൈസ്, കൺഗ്രാറ്റ്സ്. ഒന്ന് ചുമ്മാ ഇരിക്കും സാറേ. നല്ല സമയം നോക്കി പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇടത്തേക്ക് തരാതെ വലത്തേക്ക് ഇതാ. എനിക്ക് വലത്തെ കൈയില്ല. ചുമ്മാ കളിപ്പിക്കല്ലേ? ശരിക്കും കയ്യിലല്ലേ? അത് പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് തോക്ക് എടുത്തോണ്ട് വന്ന് അതിനകത്ത് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. വെടിപൊട്ടി. 20 പിള്ളേരും പോയി, എന്റെ കൈയും പോയി. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് ഗോപാലസ്വാമി. ഇപ്പോൾ കിട്ടിയ വാർത്ത: ടൊറിനോ കോളേജ് ഓഫ് മാനേജ്മെന്റിൽ സംഭവിച്ച പ്രശ്നങ്ങൾ കാരണം നമ്മുടെ കോളേജ് ഇന്ത്യയിൽ നിന്നുള്ള 20 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. മരിച്ചുപോയ വിദ്യാർത്ഥികൾ 20 പേരും മലയാളികളാണ്. ഇപ്പോൾ മരണപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ കാശ് കൊടുത്ത് ഞാൻ 2 പ്രാവശ്യം പറയിപ്പിച്ചതാ. ഇതൊക്കെ എന്താണ്? അതെല്ലാം എന്റെ ഫോട്ടോ പോലെ തന്നെ ഉണ്ടല്ലോ. രവീഷ്, നല്ലോണം നോക്ക്. എന്തായാലും ഒന്ന് തിരുമ്മിട്ട് നോക്കാം. മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി കാണിക്കുന്നു. വരട്ടെ വരട്ടെ. പക്ഷെ കുറച്ചു മുമ്പേ അത് എന്റെ ഫോട്ടോ പോലെ തന്നെ ആയിരുന്നല്ലോ. എന്തെങ്കിലും ആപത്ത് വരുന്നതിന് മുമ്പ് പ്രകൃതി നമുക്കൊരു മുന്നറിയിപ്പ് വരും. കെയർഫുൾ ആയിട്ടിരിക്കാം. നീ പറഞ്ഞത് വളരെ ശരിയാ. ഞാനും ഇവിടെ ഈ കോളേജ് ജോയിൻ ചെയ്യാൻ വന്നപ്പോ ഒരു കറുത്ത പൂച്ച എന്റെ കുറുകെ ചാടി. ഞാൻ വലിയ കാര്യമാക്കിയില്ല, പക്ഷെ എന്റെ കൈ. അപ്പൊ ഇവന്റെ കൈ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂച്ച അവിടെ വെച്ച് വിളക്കണഞ്ഞു പോയി. ആ പെണ്ണ് കരയുകയും ചെയ്തു. നോ സാർ, ഇതൊരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് എ ഡിസാസ്റ്റർ ഓഫ് ഗാലക്സീസ്. സോറി, ക്ഷമിക്കേ. ഈ ടൊറീനോ കോളേജിൽ എനിക്ക് അഡ്മിഷൻ വേണ്ട. എനിക്ക് കോളേജിൽ അഡ്മിഷൻ വേണ്ട സാർ. എങ്ങനെയാണോ സമ്മതിപ്പിച്ചേ? ഇങ്ങനെ നോക്കി നിൽക്കാതെ വേണ്ടെന്നൊന്ന് പറയുന്നത്. ഇവന് വേണ്ടെന്ന്. വേണ്ട. ശരി, ഈ കോളേജ് ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. സാറേ, വന്നപ്പോ പോലെ ശ്രദ്ധിക്കാണേ. സാറിന്റെ മുഖത്തൊരു പോസിറ്റീവ് ജ്വലിക്കുന്നുണ്ടല്ലോ സാറേ. ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടി കോളേജ് സാറ് സെലക്ട് ചെയ്യും. പിങ്കി പിങ്കി പോങ്കി ഫാദർ ഗുഫ്ലി. സാറേ, എനിക്ക് ഗുൽഫി ഭയങ്കര ഇഷ്ടമാണ് സാറേ. അപ്പൊ ഗുഫ്ലി എന്ന് പറയുമ്പോ ഗുൽഫി. ഈ ഗുൽഫി എനിക്ക് ഓർഡർ ചെയ്യൂ. ഗുഫ്ലി. Congrats bro. Thank you. Congrats bro. Amazing. Congrats. ഈ സമയം നല്ല സമയമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാളുടെ വലത്തെ കൈയേക്കാളും നല്ലത് ഇടത്തെ കൈ തന്നെയാണ്. സാറേ, എല്ലാ ക്രെഡിറ്റും സാറിന് തന്നെ ഉള്ളതാ. കണ്ടില്ലേ, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. അതിനൊരു ചാൻസും ഇല്ല. പൂച്ചതടി കോട്ടൊന്നും എന്താ ചെയ്യുന്നേ? എല്ലാ ക്രെഡിറ്റും സാറിനാട്ടോ. അവസാന നിമിഷം സാറാണ് എന്റെ ലൈഫ് രക്ഷിച്ചത്. ഒരു മറയുമില്ലാത്ത ഹൃദയമുള്ളവനാ നിങ്ങൾ. സൂക്ഷിച്ചിരിക്കണം കേട്ടോ. കാശ് വല്ലതും വേണമെങ്കിൽ അനുമോളോട് ചോദിച്ചോ. മോളെ നോക്കണേ. ചേച്ചി ക്യാബ് ബുക്ക് ചെയ്തായിരുന്നോ? ക്യാബ് എന്തിനാടാ? നിന്റെ അളിയൻ വന്നിട്ടുണ്ട് കാറും കൊണ്ട്. അളിയനോ? അതേടാ. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞായിരുന്നു. അപ്പൊ വരുമല്ലേ? പുറത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട അളിയന് ദുബായിലേക്ക് സ്വാഗതം. നിന്നോട് തന്നെയാടാ. ഹായ് ഹായ്, വെൽക്കം ടു ദുബായ്. പണ്ട് നാട്ടിൽ വെച്ച് കണ്ട ഓർമ്മയുള്ളു. അളിയൻ എന്നോടാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ എന്നോടുള്ള ദേഷ്യമൊക്കെ അതൊക്കെ എപ്പോഴേ പോയി. ഇഷ്ടമില്ലാത്ത പെണ്ണിന് നീയും കല്യാണം കഴിച്ചില്ലേ? ചുമ്മാ പറഞ്ഞാടോ. ആക്ച്വലി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചോളൂ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? അതൊരു ഹൃദയം പൊട്ടുന്ന പ്രണയകതയാണ് എന്റെ പൊന്നു മക്കളെ.
എടാ മോനെ ഒന്നീ വന്നടാ. മോനെടാ ബ്രൗൺ ചുരിദാറിട്ട് ചേച്ചിക്ക് ഇതൊന്നും കൊണ്ട് കൊടുത്തേക്ക്. വേഗം ചെല്ല്. ഒന്ന് പോടാ. അച്ഛാ വിളിച്ചായിരുന്നോ? നിങ്ങളൊക്കെ ആരാ? ബ്രൗൺ ചുരിദാറിന്റെ ചേച്ചിക്ക് ലെറ്റർ കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ അതേ ബസ് സ്റ്റോപ്പിൽ തന്നെ നിന്ന് അവന്റെ സ്വന്തം ചേച്ചിക്ക് തന്നെ ആ ലെറ്റർ കൊണ്ട് കൊടുത്ത്. അച്ഛാ അത് അവന്റെ കുരുത്തക്കേട് കാരണം ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. അവിടം കൊണ്ടെല്ലാം തീർന്നു. കേറി അർജുൻ. ഇതാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്. ദേ അത് മാസ്റ്റർ ബെഡ്റൂം, ഇത് സെക്കൻഡ് ബെഡ്റൂം, ദേ അവിടെയാണ് ഗസ്റ്റ് റൂം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. രാത്രി ഒറ്റയ്ക്ക് പോവാൻ നിൽക്കണ്ട. വളരെ റിസ്ക് പിടിച്ച സ്ഥലമാ. ഓക്കെ ഗൈസ്, നല്ല ക്ഷീണം ഉണ്ടാവും. ടേക്ക് ഗുഡ് റെസ്റ്റ്. ബൈ ബൈ. ബൈ ബൈ. See you. നിനക്ക് ഏത് റൂമാ വേണ്ടത്? നിനക്കേതാ വേണ്ടത്? മാസ്റ്റർ ബെഡ്റൂം. അത് അപ്പൊ എനിക്ക് അത് തന്നെയാ വേണ്ടത്. ഒന്ന് ഒഴിയിട്ടെ എന്നെ കളിപ്പിക്കുന്നു. ഞാൻ എന്താ ഫുഡ് എവിടെ? അത് ഞാൻ കഴിച്ചു. അപ്പൊ എനിക്കോ? പ്ലേറ്റ് എല്ലാം വാഷ് ചെയ്ത് വെക്ക്, ഉണ്ടാക്കി തരാം. എന്ത്? നീ കഴിച്ച എച്ചിൽ പ്ലേറ്റ് ഒക്കെ ഞാൻ കഴുകണമെന്നോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ കാശെടുക്ക, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. സമയത്രായി? 9:35. രാത്രി ഒറ്റയ്ക്ക് പോവാൻ നിൽക്കണ്ട. വളരെ റിസ്ക് പിടിച്ച സ്ഥലമാ. പോകുന്നില്ലേ? പോയിക്കോ. ഡിഷ്കു 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 എന്ന് അവര് വെടിവെക്കും. ഇത് കേരളമല്ല, ഞാൻ നിന്റെ ജോലിക്കാരിയും അല്ല. നിനക്ക് സേവനം ചെയ്യാനായിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരണമെങ്കിൽ നീ പാത്രം കഴുകണം. ഞാൻ വീട് ക്ലീൻ ചെയ്യുമ്പോ നീ തുണി അലക്കി അയൺ ചെയ്യണം. ഞാനോ? അതെ, നീ തന്നെ. നീ ഇഷ്ടമല്ലാതല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അപ്പൊ കഷ്ടപ്പാടുള്ള ജോലിക്ക് നമുക്ക് ഷെയർ ചെയ്യാം. കേറ്. ഞാൻ വരുന്നില്ല. ശരി, എങ്കിൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ? എന്ത് ഗെയിം? ആരാണോ കോളേജിലെ ഫസ്റ്റ് എത്തുന്നത് അവർ 1 മാസത്തേക്ക് ജോലി ഒന്നും ചെയ്യണ്ട. നിനക്ക് നാണമില്ലേ? ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ. ശരി, എന്തായാലും നീ പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ കളിക്കാം. ബൈ. വെച്ചു. ഇനി ഫ്ലോറും കൂടെ ക്ലീൻ ചെയ്താൽ മതി. ഇപ്പൊ എന്താ വേണ്ടെന്ന് പറ. എനിക്ക് അസൈൻമെന്റ് ഒന്ന് ചെയ്തുതരാമോ? നിനക്കിപ്പോ പുതിയ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളോട് പോയി പറ. ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഇത് ജീവിത ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഇത് ജീവിത ബസ് സ്റ്റാൻഡ്. അബ്സ്കോണ്ട് അബ്സ്കോണ്ട്
സന്തോഷം അബ്സ്കോണ്ടേ 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 സന്തോഷം അബ്സ്കോണ്ടേ. ഇതെന്താ ക്വാണ്ടിറ്റി വളരെ കുറവാണല്ലോ. എന്റെ മുതലാളി ഒരു പിശുക്കനാ സാറേ. ഏയ് മലയാളിയാണോ? ആ അതെ സാർ. ഇവനെന്താ ഇവിടെ? സാറേ അർജുൻ സാറേ. അല്ല അർജുൻ സാറല്ലേ ഇത്? എന്താ സാറേ ഇത്? അന്ന് അവിടെ വെച്ച് അരവിന്ദ്. അരവിന്ദ് എന്ന് മാത്രമല്ല സാറേ, അരവിന്ദ് ശങ്കർ നായർ. സാറെന്താ പെട്ടെന്ന് മറന്നുപോയത്? എന്താ ഇത് കൺസൾട്ടൻസി വെച്ച് കണ്ടില്ലായിരുന്നോ? ഞാൻ ടൊറീന കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞ് എന്റെ ലൈഫ് രക്ഷിച്ചില്ലായിരുന്നോ? നിങ്ങൾ എന്റെ രക്ഷകനാണ് സാറേ. ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? തനിക്ക് സുഖല്ലേ? ഒന്നും ശരിയായില്ല സാറേ. ടൊറീന കോളേജ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നോട് ഗുഫ്ലി കോളേജ് ജോയിൻ ചെയ്യാൻ പറഞ്ഞില്ലേ? ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞത് അത് വെറും തരികടയാണെന്ന്. പോലീസ് എന്നോട് വന്ന് പറഞ്ഞു ഇവിടെ നിന്ന് നിൽക്കേണ്ട, എങ്ങോട്ടെങ്കിലും പോയിക്കോളാൻ. എന്താന്ന് ചോദിച്ചപ്പോ ലാത്തി എടുത്ത് അടിച്ചു തറ എന്നെ. അവസാന നിമിഷം അയാളുടെ കാലെ ഞാൻ വീണ് കരഞ്ഞപ്പോ സ്റ്റുഡൻസ് വിസ തീരുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ പറഞ്ഞിരിക്കുക. ഇവിടുന്ന് പോയി ഇല്ലീഗലായിട്ട് സെറ്റിൽ ആക്കാതിരിക്കാൻ വേണ്ടി എന്റെ കാലം മോണിറ്റർ കെട്ടിയേക്ക സാറേ. 3G ടെക്നോളജി അല്ല സാറേ, ഇത് 5G ആണ്. ഒന്നും ശരിയായില്ല സാറേ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ സാറേ കാര്യം? സാർ എന്റെ സമയം ശരിയല്ല സാറേ. ചോറ് തിന്നാൻ കിട്ടുവോ? തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല സാറേ. ആ നാശം പിടിച്ചവൻ എന്നെ കൊണ്ട് എല്ലാം ചെയ്തിട്ട് ഒന്ന് കിടക്കാൻ പോലും എനിക്ക് ഇടം തരുന്നില്ല സാറേ. എന്റെ ദാരിദ്ര്യം എന്തിനാ നിങ്ങൾ കേൾക്കുന്നേ? സാറെന്താ ഇവിടെ? ഇവിടെ അങ്ങനെ സൈറ്റ് സീനായിട്ട് എന്താ ഉള്ളത്? MBA ക്ക് പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. MBA എന്നിട്ട് സൈറ്റ് സീൻ എന്ന് പറഞ്ഞതോ? കള്ളൻ. ഏത് കോളേജാ സാറേ? അത് പിന്നെ വായിക്കൊള്ളാത്തൊരു പേര്. സാരമില്ല, ചുമ്മാ ഒന്ന് പറയുന്നേ. ടൊറീനോ കോളേജ് ഓഫ് മാനേജ്മെന്റ്. ടൊറീനോ കോളേജോ? എന്താ സാറേ ഇത്? എന്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവിടെ പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് സാർ അവിടെ പോയി ചേർന്നോ? സാറിന്റെ ലൈഫ് വെറുതെ പാഴായി പോവില്ലേ? എടാ മരം മണ്ട, നിനക്ക് ഇപ്പഴും കാര്യം മനസ്സിലായില്ലേ? നിങ്ങളാരാ? എടാ പൊട്ടാ. ഞാൻ അറിയാതെ ചെയ്തു പോയത്. എന്നെ കൊന്നാ നിനക്ക് എന്ത് കിട്ടും? ജീവിതം കളഞ്ഞില്ലേ? എനിക്കൊരു ചാൻസ്. നിനക്ക് അവിടെ ഒരു സീറ്റ് കൂടെ കിട്ടും. ഞാൻ നോക്കട്ടെ. അതെങ്ങനെ? അമ്മേ 2 ദിവസം കഴിഞ്ഞ് എന്റെ കോളേജിൽ ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ സെറ്റ് ചെയ്യാം. അതുവരെ ഞാൻ എലിയോടൊപ്പം കിടന്നുറങ്ങാനോ? വലിയ പെരിച്ചാഴി അവിടെ ഉള്ളത്. കുറച്ച് ദിവസത്തേക്ക് ഇയാൾ ഇവിടെ താമസിക്കും. വരൂ. എന്താ സംസാരിച്ചു വീഴ്ത്തി കളഞ്ഞു? വല്ലാത്ത സംസാരം ഇയാള്. മയങ്ങിപ്പോ നമ്മള്. ശരി, അത് നിന്റെ വീട്. എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ സംശയം ഉണ്ടേ. ചോദിക്കേ. സംഗതി അറിഞ്ഞപ്പോ ദേഷ്യം വന്നിട്ട് ഒറ്റ ഞെക്കിനങ്ങ് കൊല്ലാൻ തോന്നി എനിക്ക്. എന്നിട്ട് നിങ്ങളെ പറ്റിച്ചതിന് നിങ്ങൾക്ക് ഒരു ഫീലിംഗും ഇല്ല? വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൊന്നുകളഞ്ഞാൽ അവൻ ഒറ്റയടിക്ക് തീരില്ലേ? ഓഫ് കോഴ്സ്. അതുകൊണ്ടാ കല്യാണം കഴിച്ചത്. വീടിന്റെ വാസ്തു വെച്ച് നോക്കുമ്പോ ഗസ്റ്റ് റൂം ഇത് തന്നെ അല്ലേ? നിന്റെ തമാശ കേട്ട് വേണേ ചിരിക്കാം, പക്ഷെ ഇവരുടെ തമാശ കേട്ട കിണറ്റ് ചാടും. നിനക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ? ഇവരാ തരേണ്ടത്. എന്തൊരു തമാശയാ! ചിരിച്ചു ചിരിച്ചു മണ്ണ് തപ്പാൻ തോന്നുവാ. വലിയ തമാശക്കാരിയാ കേട്ടോ. You're just looking gorgeous tonight. പാകിസ്ഥാൻ ബൗളറിന് അഫ്ഗാനിസ്ഥാൻ ബൗൺസറെ പോലെ ഉണ്ട്. ഇവനെയൊക്കെ വിശ്വസിക്കാവോ? അവൻ പ്രൊഫസർ ആണെന്ന്. ഇവനൊക്കെ ഗ്രേഡ് തരുവോടെ? അയാളാ തരേണ്ടത്. പ്രസന്റ് സാർ. Hey Arjun, you wanna dance? Actually, I cannot dance. If I do, I get sweat tension. Of course, sure. Sir, അവള് നോക്കുന്നു. നിനക്ക് അസൈൻമെന്റ് ചെയ്യാൻ അറിയോ? നന്നായിട്ട് ചെയ്യും സാർ. എന്താ പിന്നെ എനിക്ക് ഡാൻസ് ചെയ്യാം. Excuse me, I'll be back in a minute. Hey, wanna dance? Come on, just one dance. Hey. What the hell are you doing? It's okay. What's wrong with you? Just leave me. Arjun, va.
അർജുൻ ഇങ്ങോട്ട് വാ. നീ പോ. Hey, back off. He's with me. He's my husband. Is it true? I can explain. You cheat. Hey, Simran, 1 minute. മതി. എന്താ ഈ കാണിച്ചത്? എക്സ്ക്യൂസ് മീ സാർ. Hey, Anu. വേണ്ട വേണ്ട ഒന്നും പറയണ്ട. ഇത് spoil ചെയ്തു. അവളൊരു കൊച്ചുകുട്ടിയല്ലേ. വേണ്ട നീ അകത്ത് കയറി പോ. ഒന്നും ചെയ്യില്ലേ. അകത്ത് കയറി പോടാ. പറയുന്നത് കേൾക്കാം. പാവൻ ശാസ്ത്രി ഒരുപാട് പേടിപ്പിച്ചു. എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എന്തോന്നോ അടിച്ച് പലി തെറിപ്പിക്കും ഞാൻ. വീട്ടിലോ സ്വസ്ഥ തരില്ല. പുറത്തുനിന്ന് പോകാന്ന് വെച്ചാ എനിക്ക് വീട്ടിൽ വരണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നീ അവിടെ വെറുതെ ബാളം വെച്ച് പ്രശ്നം ഉണ്ടാക്കി. അയ്യോ അത് അങ്ങനെയല്ല. ഞാൻ അവളോടൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ടപ്പോ നിനക്ക് അസൂയ വന്നു. അയ്യോ നീ വലിയ ഋത്തിക് റോഷനല്ലേ? അപ്പോ ഞാൻ റെക്സിനോട് ഡാൻസ് ചെയ്തപ്പോ നിനക്കൊന്നും തോന്നിയില്ലേ? ഞാനത് കണ്ടില്ലെന്ന് കരുതിയോ? അവനൊരു കലാബോധം ഇല്ലാത്ത കഴുതയാ. അവനോടൊപ്പം ഡാൻസ് കളിച്ചാലും ഞാൻ എന്തിനാ അസൂയപ്പെടുന്നേ? ചെല്ല് അവനോടൊപ്പം ഡാൻസ് കളിക്കേ. എന്നിട്ട് വേണമെങ്കിൽ അവന്റെ കൂടെ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. നീ എന്താ പറഞ്ഞേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ എന്താ പറഞ്ഞേ? അയ്യോ എന്നെ ചെരുപ്പുണ്ടല്ലേ നിന്നെ ഞാൻ. എന്താ കാണിക്കുന്നത്? കാണിച്ചു തരാം. നീ എന്നെ തല്ലമായോടാ? അനു വിട. അനു അർജുനല്ലേ നിന്നെ തൊട്ടെ? അന്ന് മുതല് മിസ്റ്റർ രഷിത്. It's okay. There's no need to panic. My restroom is under maintenance. So, you and your husband are having problems? Everyone has problems. And everyone have needs. You have yours and I have mine. Don't touch. What's up with you? The other day you were dancing with me and aaj itni bhav kha rahi ho? Listen to me. You have no idea how many ways I can mess you up with. मेरे एक इशारे पे ये सब तेरी गलती जैसे दिखा सकता हूँ मैं. So you think about my proposal. Anu? Hey. Anu? വാ. അർജുൻ, അർജുൻ എങ്ങോട്ട് പോന്നേ? വേണ്ട അർജുൻ, പ്ലീസ്. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഞാൻ അവന് സ്പേസ് കൊടുത്തത്. ഞാൻ അവനോടൊപ്പം ഡാൻസ് ചെയ്യാൻ പാടില്ലായിരുന്നു. Wow, super. Come on. Pass it here. Here. On your right. Come on. It's straight back. Yeah. What now? പറയാ. You want to pick up a fight or something? പേടിക്കാതെ പറഞ്ഞോ. Boss, ये जो तेरी हीरोपंती है ना कहीं और दिखाना. तुम्हारी ग्रेड्स और तुम्हारी വാഷ്റൂമിൽ വെച്ചെന്റെ കൈ കയറി പിടിച്ചു. ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ അപ്പൊ തന്നെ കൊടുത്തേനെ. Guys!
ഈ നാട്ടിലെല്ലാം പിന്നെ പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. നമ്മൾ തമ്മിലുള്ള ടേംസ് ശരിയല്ല എന്ന് വെച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാതിരിക്കാമോ? Hey, पागल है क्या तू? I'll freaking get you deported. നീ എന്ത് ഡീപ്പോർട്ട് ചെയ്യുന്നോ? ഡാൻസ് ചെയ്യുന്ന തെറ്റല്ല, പക്ഷെ അതിൽ അഡ്വാൻറ്റേജ് എടുക്കുന്ന തെറ്റ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അത് എന്നോട് പറയണം. അനു, ഐസ്ക്രീം. എന്തായാലും എന്റെ ബിഹേവിയറിലൊരു മാറ്റം, എന്നോടുള്ള ദേഷ്യമൊക്കെ പോയോ? ദേഷ്യമൊക്കെ എത്ര നാളുണ്ടാവാൻ അർജുൻ? ജസ്റ്റ് ഗിവ് ഇറ്റ് സം ടൈം, എവറിത്തിങ് വിൽ ബി ഫൈൻ. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ചോദിക്കാമോ എന്ന്. ആക്ച്വലി ഞാനും നിന്നോടൊരു കാര്യം. ശരി, നീ ആദ്യം ചോദിക്കേ. അനു, ആർ യു ഹാപ്പി? ഒരുപാട്. പക്ഷെ ഞാൻ ഹാപ്പി അല്ല അനു. നീ എത്രത്തോളം സ്റ്റഡീസിനെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം ഞാൻ നിന്നെ വെറുക്കുന്നുണ്ട്. ആ കാര്യം നിനക്കും അറിയാലോ. ഫ്രാങ്ക്ലി, എന്നോട് പകരം വീട്ടാൻ നീ എന്നെ കല്യാണം കഴിച്ചു, പക്ഷെ അത് നിനക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലോ. ഇതുപോലുള്ളൊരു ജീവിതം ഒട്ടും ശരിയല്ല അനു. ജസ്റ്റ് ബിക്കോസ് വി ഹാഡ് സെക്സ് ലൈഫ് ലോങ് ഇത് കണ്ടിന്യൂ എന്ന് വെച്ചാ എനിക്ക് പേടിയാവുന്ന അനു. നീ ഇങ്ങനെ പേടിക്കണ്ട അർജുൻ. ദാറ്റ് നൈറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. നമ്മൾ രണ്ടുപേരും ഓവറായിട്ട് കുടിച്ചതുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞാ ഇറ്റ്സ് ജസ്റ്റ് എ മാരേജ് ഓഫ് കൺവീനിയൻസ്. എന്റെ ആവശ്യത്തിന് വേണ്ടി നിന്നെ ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുക. നിനക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് എന്നെ സഹിക്കുന്നു. നീയോ എന്റെ കൂടെ ജീവിക്കുന്നു. നീ എന്റെ കൂടെ ജീവിക്കണം നിർബന്ധമില്ല. എന്റെ പഠിത്തം കഴിയുന്ന നെക്സ്റ്റ് സെക്കൻഡ് ഞാൻ നിനക്ക് ഡിവോഴ്സ് തരാം. ഞാനായിട്ട് തന്നെ നിന്നോട് ഇക്കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. എന്റെ ഈശ്വര. അപ്പോ വീട്ടുകാരോട് എന്താ പറയും? നമ്മുടെ പാരന്റ്സിനോട് എന്താ പറയുമെന്ന്? അവരോടൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പറയാം നമുക്ക്. അതുവരെ നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കാം. നീ സ്ട്രോങ് ആയിട്ടിരിക്കാനു ആരും ഒന്നും ചെയ്യില്ല. ഓക്കെ? എന്റെ ഈശ്വര, നീ എന്താ എന്തുപറ്റാനു? എന്തിനാ കളഞ്ഞ? മതി അർജുൻ, എന്റെ ബ്രെയിൻ ഫ്രീസ് ആയിപ്പോയി. അനു, ഇത് കഴിക്കേ. നീ എന്തിനെങ്ങനെ വലിച്ചു വാരി കഴിച്ചോണ്ടിരിക്കുന്ന? ഒന്ന് നിർത്ത്. ഒന്നും മിണ്ടാതിരിക്കെ. ഈ സമയത്ത് ഒരുപാട് വിശക്കും. ഏത് സമയത്ത്? പ്രഗ്നൻസി സമയത്ത്. കൺഗ്രാചുലേഷൻസ് പ്രിയപ്പെട്ട അളിയാ. കൺഗ്രാചുലേഷൻസ് സാർ, യു ഡിഡ് ഇറ്റ്. അല്ല, ഈ സംഗതി എപ്പോഴാ നടന്നത്? സോറി, ഇവള് സർപ്രൈസ് തരാൻ വേണ്ടി ഇരുന്നതാ. ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി. സോറി അനു. സാർ ഇത് എപ്പോഴാണ് നടന്നത്? എപ്പോഴും എന്റെ കൂടെ ആയിരുന്നല്ലോ. പിന്നെ അനു, അനു ലിസൺ. അനു, ഇത് സത്യമാണോ? ബട്ട് ഹൗ? അല്ല, നമ്മള് ഒറ്റ പ്രാവശ്യമല്ലേ? കൺഗ്രാറ്റുലേഷൻസ്, നീ ഒരാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു. അനു, അല്ല സാറേ, ഒരു ചെറിയ ഡൗട്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സംഗതി നീ എന്താ ഈ കാര്യം എന്നോട് പറയാത്തത്?
പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. നിന്നെ ഞാൻ ഇത് എത്ര ദിവസമായി? 6 weeks. വാട്ട് 6? ശരി, ഡോക്ടറിന്റെ അടുത്തേക്ക് നമുക്ക് നാളെ തന്നെ പോവാം. എന്റെ അപ്പോയിന്റ്മെന്റ് നാളെ കഴിഞ്ഞ. അതിനല്ല. പിന്നെന്തിനാന്ന് പറ അർജുൻ. എനിക്കിത് വേണ്ട. ഏത് വേണ്ടെന്ന്? ഇത്. How dare you? I'm not ready for this. What if I am ready? ഞാനിത് സമ്മതിക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. നീ ഒരു സാഡിസ്റ്റാ. നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തല്ലേ? ഡിവോഴ്സിനുള്ള ഒരു ഐഡിയ നിനക്കില്ലായിരുന്നു. ലൈഫ് ലോങ് ടോർച്ചർ ചെയ്യാന്നല്ലേ? അതല്ലേ നിന്റെ ഉദ്ദേശം? എന്താ പറഞ്ഞ? ട്രാപ്പ് ചെയ്ത് കല്യാണം കഴിച്ചു, ബ്ലാക്ക് മെയിൽ ഇത് ഇവിടം വരെ കൊണ്ടുവന്നു. ഇതൊക്കെ ഒരു ലൈഫാണ്. How cheap of you, അർജുൻ. ഈ ഗർഭം കാണിച്ച് ഞാൻ നിന്നെ കുരുക്കിടുന്ന് വിചാരിച്ചോ? ഡിവോഴ്സ് തരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കും. ഈ വയറ്റിലുള്ള കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി എന്റെയാ, നിന്റെ അല്ല. ഡെലിവറി ടൈമിലെ ഫാദറിന്റെ കോളത്തിൽ നീ ഒരു കാരണവശാലും സൈൻ ചെയ്യാൻ പാടില്ല. അതെ, അന്ന് സൗണ്ട് വന്നായിരുന്നല്ലോ. ഫൈറ്റ് ഉണ്ടാക്കിയ സൗണ്ട് അല്ലായിരുന്നല്ലേ? അതേത് സൗണ്ടാ? ഇതാ എന്റെ റൂം. മോളെ, വേറെ വേറെ റൂമാണോ? ഇത് ശങ്കരൻ നായർ, എന്റെ ഫ്രണ്ടാ. ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന. ഇവൻ ഇവിടെയാണോ താമസം? ശരി, ഞാൻ കോളേജിൽ പോയിട്ട് വരാം. അപ്പൊ അനുവോ? ഇന്ന് എനിക്ക് നല്ല സുഖമില്ല. അയ്യോ പാവം, അനുമോള് ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോടാ. അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, ശരിയാവും. ശങ്കർ നായരെ. ഓ, ചിക്കനായിരുന്നല്ലേ? ഒളിച്ചിരിക്കായിരുന്നു. ഓ മൈ ഗോഡ്, അനുപമ ആന്റി എന്തോരോ കഴിക്കുന്നേ. മോനെ മിണ്ടാതിരിക്കോടെ. ചെന്ന് ഐസ്ക്രീം എടുത്തോ. ഐസ്ക്രീം വരുന്നവരെ. ഓക്കെ. ഐസ്ക്രീം തീർന്നു പോയി. തീർന്നു പോയോ? ആര് കഴിച്ചിട്ടുണ്ടോ? ഞാൻ രാവിലെ കണ്ടതാണല്ലോ, ഫുള്ളായിരുന്നല്ലോ. വേറെ ഇവള് തന്നെ ആയിരിക്കും കഴിച്ചിരിക്കുന്നത്. ഇവളെന്താ കഴിക്കുന്നത്, എപ്പോഴാ കഴിക്കുന്നതെന്ന് ഒരു കണക്കുമില്ല. പന്നിയെ പോലെ വെട്ടി വിഴുങ്ങല്ലേ. അങ്കിൾ, ആക്ച്വലി ഐ ഏറ്റ് ദ ഐസ്ക്രീം. മോനെ, 1 കിലോ ഐസ്ക്രീം മുഴുവൻ നീ തന്നെ കഴിച്ചെന്നോ? ഹൗ ഡെയർ യു? മിണ്ടാതിരിക്കേ. പ്രഗ്നൻസി ടൈമിൽ ക്രേവിങ്സ് ഉണ്ടാവും. അതറിയില്ലെങ്കിൽ വീട്ടിലെ 3 പെണ്ണുങ്ങളില്ലേ, അവരോട് പോയി ചോദിക്കേ. അല്ലാതെ ഞാൻ കഴിക്കുന്നതിന്റെ കണക്ക് നോക്കണ്ടേ. മോളെ മോളെ
അർജുൻ. നീ മോനെ ശങ്കർ നായർ റൂമിൽ ദാ കൊണ്ടുപോയി. ഇങ്ങോട്ട് വാ. നിന്നോടാ വാ. ചിയേഴ്സ്. അമ്മയോട് ഒന്ന് പറയല്ലേ? അത് ഷുഗർ വന്നതിന് ശേഷം കുടി നിർത്തിയെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താടാ ഇത്രയും പ്രായമായിട്ട് അച്ഛനമ്മയോടുള്ള പേടി മാറിയില്ലേ? പേടിയല്ലടാ, ഒരു കരുതൽ. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാ ഒരു പെണ്ണും ഇതുവരെ എന്റെ മുഖത്ത് വെള്ളമൊഴിക്കാതിരുന്നത്. സോ ഇത് പറയാനാ കൂട്ടിക്കൊണ്ടുവന്നത്. പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്ക് പോവല്ലോ. അതല്ലടാ. എടാ ഏയ് അർജുൻ, അർജുൻ നിക്ക്. വേറെന്തൊക്കെയാ മോളെ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ലേ? അല്ല, ശരിക്കും നിന്റെ പ്രോബ്ലം എന്താ? ഇഷ്ടമില്ലാത്തതിനെ പിടിച്ച് തലയിൽ വെച്ച് തന്നു. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. ഇത് ഞങ്ങളുടെ മാത്രം പ്രോബ്ലം. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കയറണ്ട. നിങ്ങൾ മുറിക്കുള്ളിൽ വഴക്കിടുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രോബ്ലം. ആ വഴക്ക് ഹാള് വരെ എത്തുകയാണെങ്കിൽ അത് കുടുംബ പ്രോബ്ലം. ഞങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ അനുമോൾക്ക് എന്താണ് ഒരു കുറവ്? എനിക്ക് അവളെ ഇഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ല? അതിപ്പോ എന്താന്നൊക്കെ ചോദിച്ചാ എങ്ങനെ പറയാ? അച്ഛന് ഫിഷ് ഇഷ്ടമല്ലല്ലോ. ആരെങ്കിലും ഫിഷ് ഹാർട്ടിന് നല്ലതാണ് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കോ? അതുപോലെ തന്നെ ഇതും. എനിക്ക് മീൻ ഇഷ്ടമല്ല, ഞാൻ മീൻ തൊടില്ല. പക്ഷെ നീ തൊടാതെ നിന്റെ മീൻ എങ്ങനെ പ്രഗ്നന്റ് ആയി? ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് സഹജമാണ്. എന്നാൽ ആ വഴക്കിന് ശേഷം പരസ്പര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നതല്ലാതെ വെവ്വേറെ മുറി പോയി കിടക്കുന്നത് അത്ര നല്ലതല്ല. അത് നിന്റെ കയ്യിലല്ല അർജുൻ. കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. ഷി ഹാസ് എ റൈറ്റ് ടു ടേക്ക് എ കോൾ. നിങ്ങൾ തമ്മിൽ ടേംസ് ശരിയില്ല, അതുകൊണ്ട് നീ കുഞ്ഞിന് വേണ്ടെന്ന് പറയുന്നു. പക്ഷെ അവൾക്ക് വേണമെന്നുണ്ടല്ലോ. റെസ്പെക്ട് ഹെർ എമോഷൻസ്. സോ അടുത്ത പ്രാവശ്യം നിങ്ങൾ വഴക്കിടുമ്പോ സ്നേഹം കൂട്ടുന്നതല്ലാതെ കുറയ്ക്കാൻ പാടില്ല. ഇവിടെ എല്ലാവർക്കും നല്ല പേടിയുണ്ട്. അവരിവിടെ ഉള്ളിടത്തോളം നമുക്ക് നോർമലായിട്ടിരിക്കാനൊന്ന് ട്രൈ ചെയ്തൂടെ? അമ്മേ, അങ്കിൾ. ഗുഡ് മോർണിംഗ് ചിണ്ടിക്കുട്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? അങ്കിൾ, അമ്മേ. ചിന്തു, എന്തു പറ്റി മോനെ? അങ്കിൾ, അമ്മേ. ചിന്തു, നിനക്ക് എന്താ പറ്റി? ഐ എം സോറി. ഇന്നലെ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയേന് ഐ എം സോറി. ചിണ്ടിക്കുട്ട, ഐ എം സോറി. ഞാൻ നിന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി. ഫ്രണ്ട്സ്, 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 ഫ്രണ്ട്സ്. എന്തു പറ്റി? വീട്ടുകാരൊക്കെ തിരിച്ചു പോകുന്നവരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എങ്ങനെ? അവളെ കാണുമ്പോ എനിക്ക് പിടിച്ചാ കിട്ടുന്നില്ല. നിനക്കറിയാത്തോണ്ടാ അവളെ ഞാൻ വല്ലാതെ സഹിക്കുക. നിങ്ങൾ കാരണം ഞാൻ എന്തുമാത്രം വിഷമിച്ചു. നല്ലൊരു കോളേജ് കിട്ടിയ സീറ്റ് അങ്ങ് പോയി. നാടും വീടും വിട്ട് പിച്ച എടുക്കേണ്ട സാഹചര്യം വന്നു. കണ്ടോ? 14 kilometers to the nearest police station. എല്ലാം മറന്ന് ചിരിച്ചു സംസാരിക്കുന്നില്ല ഏത് നേരവും. നിങ്ങളുടെ ഫാമിലി ആയിട്ടും ചേർന്ന് പോയി. എല്ലാം ഒന്നും മറന്നിട്ട് നിങ്ങൾക്ക് അവരുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൂടെ? അതുകൂടെ പറ്റില്ലേ നിങ്ങൾക്ക്? എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് ആരോടെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുമ്പോ കൂടെ നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള മധുര സ്വപ്നങ്ങളൊക്കെ ഓർത്താ ദേഷ്യം പറന്നു പോവില്ലേ? ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങനെയൊന്നുമില്ല. ആ പറയുന്നതൊക്കെ ചുമ്മാ. എത്ര വലിയ ക്ലോസ് ആയ ഫ്രണ്ട്സ് ആണെങ്കിലും ലൈഫിൽ ഒരു പ്രാവശ്യങ്ങളും വഴക്കുണ്ടാകാതിരിക്കത്തില്ല. എത്ര വലിയ ശത്രുവാണെങ്കിലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കില്ല. അർജുൻ സാറേ, ഒന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം. What happened? Baby's kicking. What? Is that possible? Of course. Do you want to feel it? Wait. Wow. Uncle? Uncle,
ഇതൊന്ന് കാണേണ്ടടാ. ഇറ്റ്സ് റിയലി അമേസിംഗ്. വയറിനകത്തിരിക്കുന്ന ബേബി ഇരിക്കുക. യു ഹാവ് ടു ഫീൽ ഇറ്റ്. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. നൈസ് നോ? അല്ല മോനെ, കോളേജിൽ നിന്ന് നേരത്തെ എത്തിയോ? ഗുളികയൊക്കെ കഴിച്ചോ? ഇല്ല, കഴിച്ചില്ലമ്മേ. അർജുൻ, അനുവിന്റെ മുറി ഗുളിക ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വാ. It's mine. കാർ അനുകുട്ടിക്കോട്. അർജുൻ, ഒന്ന് ആലോചിച്ച് നോക്ക്, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം. അളിയൻ എന്റെ ചേച്ചിയെ ഇഷ്ടമില്ലാതാണോ കല്യാണം കഴിച്ചത്? ഇഷ്ടമില്ലായിരുന്നിട്ട് ഇത്രയും സന്തോഷമായിട്ട് എങ്ങനെ ജീവിച്ചു? കല്യാണമായ ആദ്യ ടൈമില് ഡെയിലി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടാറുണ്ട്. അവളതെല്ലാം നിസ്സാരമായിട്ട് എടുക്കും. ഞാൻ അവളോട് എത്ര തല്ലുണ്ടാക്കിയാലും അവളതെല്ലാം നിസ്സാരമായിട്ട് ചിരിച്ചു കളയും. ഞാൻ എത്രത്തോളം വെറുക്കാൻ ശ്രമിച്ചാലും അവൾ എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. മുന്നോട്ട് പോകും തോറും ഷീ സ്റ്റാർട്ടഡ് ഗീവിംഗ് അപ്പോൺ മീ. അവളൊരു മനുഷ്യജീവല്ലേ, തകർന്നു പോയിട്ടുണ്ടാവും. എല്ലാവരുടെ ഉള്ളിൽ മനസ്സെന്നൊരു സംഭവം ഉണ്ടല്ലോ, വിഷമമായിട്ടുണ്ടാവും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെ സ്നേഹിക്കുന്നവരുടെ വില നമ്മളവരെ വേണ്ടെന്ന് വെക്കുമ്പോൾ മനസ്സിലാവില്ല, അവര് നമ്മളെ വേണ്ടെന്ന് വെക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എനിക്ക് മനസ്സിലായി. എന്നെ ഞാൻ തന്നെ മാറ്റി. ആ ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഒരിക്കലും നിന്റെ ചേച്ചിയെ ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഫുൾ ഹാപ്പി. വിരിയും പൂവിൽ പൊൻപൂന്തേൻ പോലെ സമ്മാനങ്ങൾ നിറസന്തോഷങ്ങൾ അലിയും നേരം ഈ രാഗം പോലെ എല്ലാം എല്ലാം നിൻ സംഗീതങ്ങൾ, നിൻ പദങ്ങൾ വിൺതടങ്ങൾ ശ്രീലകങ്ങൾ സൗഭഗങ്ങൾ പുണ്യമായി തേടവേ. പെട്ടെന്ന് എന്നോട് വരാൻ പറഞ്ഞേ? ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ട്, നെക്സ്റ്റ് വീക്കാ. വാവ്, ഇപ്പൊ തന്നെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലോ? അർജുൻ, എന്താ ഇത്? ഡിവോഴ്സ് പേപ്പേഴ്സ്. ഇറ്റ്സ് ഓവർ അർജുൻ, വി ആർ ഡൺ. അതിന് നടക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടില്ല അർജുൻ? അർജുൻ, എന്തുകൊണ്ടാണെന്ന് അറിയണോ? ഇതുകൊണ്ട്. അതൊക്കെ എന്റെ ഫോട്ടോസാ. അതിൽ ഞാനും ഉണ്ട് അനു. നിന്റെ ഓരോ ഓർമ്മകളിലും നിനക്ക് എന്നോടുള്ള ഇഷ്ടം കാണാൻ പറ്റുന്നുണ്ട്. അത് സ്നേഹം കൊണ്ടല്ല. സ്നേഹം അല്ലെങ്കിൽ പിന്നെ അതെന്താ?
അനു ഞാൻ നിന്നോട് ചോദിക്കുന്നേ. അത് പ്രണയോ? ആ പ്രണയത്തിന് വേണ്ടി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് നീ എന്നോട് ചെയ്ത തെറ്റല്ല ഞാൻ ക്ഷമിച്ച്. കല്യാണം കഴിഞ്ഞ് നിന്നെ മാറ്റാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ മാറുന്നു ഞാൻ കരുതി. പക്ഷെ നീ ഒരു മണ്ണനായിരുന്നു. നീ ഹൃദയമില്ലാത്തവനാടാ. ഞാൻ ട്രാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു, റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. നീ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെ അർജുൻ. അതൊക്കെ പോട്ടെന്ന് വെക്കാം. പക്ഷെ എനിക്കിത് വേണ്ടെന്ന് നീ വയറ് തട്ടിക്കൊണ്ട് പറഞ്ഞില്ലേ? ആ നിമിഷത്തിൽ നീ ഇനി എന്റെ ജീവിതത്തിൽ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പ്ലീസ്, ഐ എം റിയലി വെരി 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 സോറി. ആ ഒരു മൊമെന്റിൽ എന്തോ പാനിക്കായിട്ട്. നീ അഭിനയിക്കേണ്ട അർജുൻ. നിന്റെ ഈ അഭിനയം വിശ്വസിക്കാൻ ഞാൻ ചിന്തുവിനെ പോലെ കുട്ടിയല്ല. അനു, ചിന്തുവിനോട് ഞാൻ അന്ന് പറഞ്ഞത് സത്യമാ. യു ആർ മൈ ഫസ്റ്റ് ക്രഷ്. അനു, ഗോഡ് പ്രോമിസ്. ദൈവം നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വയ്ക്കുവാനോ. അത് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മുകളിലിരുന്ന് നോക്കും. ഇടയ്ക്കിടയ്ക്ക് ഹിംസം തരാറുണ്ട്. എനിക്കും ഒരുപാട് തന്നു. പക്ഷെ ഞാൻ അത് മനസ്സിലാക്കിയില്ല. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കിക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ലാനു. 1999 മാർച്ച് 6 വൈകുന്നേരം 5:30 മണിക്ക് ദൈവം എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ തന്നെങ്കിലും നാശിച്ചു. പ്രാർത്ഥിച്ച 6ാമത്തെ സെക്കൻഡിൽ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു എസ്റ്റിംഗ് കാർ വന്നു. അതിൽ നിന്നൊരു 4 വയസ്സുള്ള പെണ്ണ് പിങ്ക് ഫ്രോക്കും പിങ്ക് ഷൂസും ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ പെണ്ണിനെ കണ്ടത് ഞാൻ ഫ്ലാറ്റ് ആയി പോയനു. ഞാൻ മാത്രമല്ല, ആ കോളനി മൊത്തം ഫ്ലാറ്റ് ആയി പോയി. അന്ന് വരെ എന്നെ തോളിൽ കൊണ്ട് നടന്നവര് താഴേക്ക് ഇറക്കി വിട്ടു. അപ്പൊ തുടങ്ങി ആ ജലസി പെരുകി പെരുകി വെറുപ്പായി മാറി എനിക്ക്. അതുകൊണ്ടാണ് നീ അടുത്തുണ്ടായിരുന്നിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചത്. ഇപ്പൊ ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കി നിന്റെ അടുത്തേക്ക് വന്നപ്പോ നീ എന്നെ വേണ്ടെന്ന് പറയാണോ? നാട്ടുകടലിൽ മുങ്ങിപ്പോകുന്ന പോലെ തോന്നാനോ? ശ്വാസം മുട്ടുക, എനിക്കൊന്നിനും വയ്യാനോ? പ്ലീസ് പ്ലീസ് അനു, ഒരു ചാൻസ് കൊടുത്താ ഇത്രയും നാളത്തെ വെറുപ്പിനെ ഞാൻ സ്നേഹമാക്കി മാറ്റാം. പ്ലീസ് പ്ലീസ് അനു. പ്ലീസ്. അനു, are you okay? വാട്ടർ ബ്രോക്ക്. കുഞ്ഞു വരുന്നെന്ന് തോന്നുന്നു. അത് നെക്സ്റ്റ് വീക്ക് എന്നല്ലേ പറഞ്ഞത്? I don't know. നെക്സ്റ്റ് വീക്ക് എന്നാ പറഞ്ഞത്. അതിനെന്താ ഇപ്പൊ കിട്ടി നിനക്ക് വേണ്ടേ? ഓക്കെ ഓക്കെ, സോറി സോറി. നീ പോയി ആംബുലൻസ് വിളിക്കേ. അനു, ഇവിടെ ഇരിക്ക. അർജുൻ മോനെ, എന്തു പറ്റിയടാ? ഞാൻ ശരിക്കും പേടിച്ചു വെച്ച. അവൾ എങ്ങനെ കിടന്നെന്നറിയോ? ആരാനു? എന്റെ മോള്. അവളുടെ കരച്ചിൽ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നറിയോ? ആര്? കുഞ്ഞു? അനുവിന്റെ കാര്യം വെച്ചാ. അവൾ എന്റെ വിരലിൽ മുറുക്കി പിടിച്ചിരുന്നു.
വിട്ടതേയില്ല അച്ഛാ. ആരാനോ? മോള അച്ഛാ. കണ്ണുകൾ അടച്ച് എന്നെ നോക്കി ഒരു ചിരി. പ്രൈസ്ലെസ് അച്ഛാ, പ്രൈസ്ലെസ്. അനുവോ അതോ കുഞ്ഞോ? രണ്ടുപേരും. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോ അനുവിനോട് എനിക്ക് പ്രണയം മാത്രമായിരുന്നു. പക്ഷെ അകത്ത് കയറിയപ്പോ എനിക്ക് അവളോട് റെസ്പെക്റ്റ് ആയി. അവൾ എന്തുമാത്രം വേദന സഹിച്ചോന്നറിയുക അച്ഛാ. അവള് മാത്രം? ഇത് മൈ ഹസ്ബൻഡ്. കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെട്ടെന്നൊന്ന് പറഞ്ഞു. ഷാമി, ഞാനും. അർജുൻ, അർജുൻ, എന്തുമാത്രം സമയം എടുക്കുന്നേ? എടാ അർജുൻ. എത്തി. നീ ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? അത് ഞാൻ കിച്ചണില് പാല് ചൂടാക്കിക്കൊണ്ടിരിക്കായിരുന്നു. അതിന് എന്തിനാ ഓവറാക്ട് ചെയ്യുന്നേ? നീ എന്തിനാ വഴക്ക് പറയുന്നു? പിന്നെ വഴക്ക് പറയാതെ എനിക്ക് വെക്കേറിന്റെ ഒക്കെ തിരികെ ഇങ്ങോട്ട് നോക്കണം. ഞങ്ങൾ ഇവിടെ വെയിലത്ത് നിന്ന് കഷ്ടപ്പെടുമ്പോ നീ അകത്ത് AC ഇട്ടിരിക്കാന്ന് വിചാരിച്ചോ? അല്ല, പാല് മിണ്ടി പോരുത്. ഇവളെന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നു? ഞങ്ങൾ ഇവിടെ എത്ര നേരമായിട്ട് നിൽക്കുന്നു, നീ ഇത് മറന്നുപോയല്ലേ? എങ്ങനെയാ ഒന്ന് കൺട്രോൾ ചെയ്യുന്നേ? കമോൺ അർജുൻ, തിങ്ക് തിങ്ക് തിങ്ക്. നോ ചോക്ലേറ്റ്. നീ ചോക്ലേറ്റ് എന്ന് കോംപ്രമൈസ് ചെയ്ത സമയമൊക്കെ കഴിഞ്ഞു. ഇതുവരെ സ്നേഹവും ദേഷ്യമൊക്കെ ഷെയർ ചെയ്യാൻ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ ഒരാൾ കൂടി ഉണ്ട്. സ്നേഹം ഇവളോടും ദേഷ്യം നിന്നോടും.